വെൽക്കം ബാക്ക് ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. നമ്മളിത് നോക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. കോഡ് എന്താണ്? CET 303. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് വരുന്ന ബേസിക്കലി നമുക്ക് ഇത് ഫുൾ ഉള്ളത് ഓരോ സ്ട്രക്ചേഴ്സിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്. അതായത് എന്താണ് നമ്മൾ റീഎൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, അതിലേക്കുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ തരാൻ പറയുന്നുണ്ട്. പിന്നെ ലിമിറ്റ് സ്റ്റേറ്റ്സ്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഇൻ ഫ്ലെക്ഷ്വർ, അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് സിംഗ്ലി റീഎൻഫോഴ്സ്ഡ് ബീം. അപ്പം ഈ മൊഡ്യൂളിൽ നിങ്ങൾക്ക് സിംഗ്ലി റീഎൻഫോഴ്സ്ഡ് ബീമിൻ്റെ അനലൈസിങ്ങും ഡിസൈനിങ്ങും മാത്രമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ബിഫോർ ദാറ്റ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിന് നമുക്ക് വരുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതിലെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിലെ ഇൻറ്റേർണൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മളെ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ വരുന്നത് 50 മാർക്സും എൻഡ് സെമസ്റ്റർ എക്സാം വരുന്നത് 100 മാർക്സിനുമാണ്. അതായത് ടോട്ടൽ 150 മാർക്സ് ആണ് നമുക്ക് എന്ത് വരുന്നത്, ഇതിൻ്റെ ഇവാലുവേഷൻ വരുന്നത്. ആൻഡ് ഓൾസോ നമ്മളെ എക്സ്റ്റേണൽ എക്സാമിൻ്റെ അവേഴ്സ് എന്ന് പറഞ്ഞാൽ 3 hours ഓഫ് എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമുക്ക് ഇൻറ്റേർണൽ എക്സാമിൻ്റെ അതിൽ അറ്റൻഡൻസ് എന്ന് പറയുന്നത് 10 മാർക്സ്, പിന്നെ കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് 25 മാർക്സും അസൈൻമെൻ്റ് എന്ന് പറയുന്നത് 15 മാർക്സും ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡിസൈൻസ് തന്നെ പഠിച്ചാൽ നമുക്ക് വേഗം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ കിട്ടുന്ന വാല്യൂസിലല്ല കാര്യം, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന മെത്തേഡ് പ്രോപ്പർ ആവുന്നതിലാണ് കാര്യം. നമ്മൾ സേഫ് ആണോ, ബിൽഡിംഗ് സേഫ് ആണോ അല്ല എന്നറിയാൻ വേണ്ടിയിട്ടും. പിന്നെ എന്താ ചെയ്യുക, ഇതിൽ സ്പെഷ്യലായിട്ട് പറയാനുള്ളത് നമുക്ക് ഒരു കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. IS 456 2000 ആണ് കോഡ് വരുന്നത്. ഓക്കെ, കോഡ് നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയിലും ഉണ്ടാവും വിചാരിക്കാം. നമ്മൾ ക്ലാസ് ഈ ത്രൂ ഔട്ട് ദ ക്ലാസ് നമുക്ക് ആ കോഡ് നമ്മുടെ കയ്യിൽ വേണം. PDF ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ കോഡ് വരുന്നത്. അപ്പം ഇനി നമ്മൾ ക്ലാസ് എടുക്കുന്നതോറും ഞാൻ ഓരോ പേജസ് കാണിച്ചു തരും. അപ്പം നിങ്ങളുടെ കയ്യിൽ ആ കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ, കോഡ് ഫെമിലിയർ ആയാൽ മാത്രമേ നമുക്ക് എക്സാമിനും പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിലുള്ള ആൻസേഴ്സും കാര്യങ്ങളും. അതായത് കുറേ കാര്യങ്ങൾ നമുക്ക് കോഡിൽ തന്നെ ഉണ്ട്. കോഡിൽ എന്തൊക്കെയുണ്ട്, എന്താ പറയുക, പാർട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻസ് നമുക്ക് കോഡിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോഡ് കണ്ട് ഫെമിലിയർ ആയാൽ മാത്രമേ എക്സാം ടൈമിൽ അത് യൂസ്ഫുൾ ആക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എക്സാം ടൈമിൽ നമ്മൾ തപ്പേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ കോഡും കൂടെ കയ്യിൽ വെച്ചേക്കാം. ഓക്കെ ആണോ? നമുക്കിനി സബ്ജക്റ്റിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ്റെ കേസ് പറയുന്നതിന് മുന്നേ നമ്മൾ എന്തിനാണ് ഈ സബ്ജക്റ്റ് പഠിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, പേര് പോലെ തന്നെ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്? ബീമുണ്ട്, കോളമുണ്ട്, സ്ലാബ് ഉണ്ട്. ഒരു വീട് ഇറ്റ്സെൽഫ് ഈസ് എ കോൺക്രീറ്റ് സ്ട്രക്ചർ അല്ലേ? പക്ഷേ കോൺക്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്രിക്കും കോൺക്രീറ്റും എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ടാണ് വീട് വരുന്നത്. കോൺക്രീറ്റ് മാത്രമായിട്ട് വരുന്ന എന്തൊക്കെയാ വരിക? ബ്രിഡ്ജസ് ഉണ്ട് അല്ലേ? പിന്നെ വീടിൻ്റെ കാര്യം പറയുന്നത് ബീമുണ്ട്, കോളമുണ്ട്, പിന്നെ എന്തുണ്ട്, നമ്മൾ റോഡ് സൈഡ് കാണുന്ന ഫൂട്ടിങ്, അതിൻ്റെ സ്ലാബ് അല്ലേ, സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ലാബ്, അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഇന്നിപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? വെറുതെ നമ്മളൊരു ഇഷ്ടമുള്ള പോലെ ഒരു കാസ്റ്റിംഗ് ഇതെടുത്തിട്ട് നമ്മൾ അതിൽ കോൺക്രീറ്റ് പോർ ചെയ്ത് ജസ്റ്റ് ഡിസൈൻ ചെയ്യുന്നതാണോ? അല്ല, അതിൻ്റെ ലോഡ് എത്രത്തോളം, അതായത് ഇപ്പോൾ ഒരു ബീം നമ്മൾ എടുക്കുകയാണെങ്കിൽ ബീമിൽ എത്രത്തോളം ലോഡ് അതിന് താങ്ങാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചായിരിക്കും നമ്മൾ ബീമിൻ്റെ സൈസും അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും പിന്നെ അതിൽ എത്രത്തോളം സ്റ്റീൽ നമ്മൾ ഇൻവോൾവ് ചെയ്യണം, അതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ലോഡ് അനുസരിച്ചായിരിക്കും അല്ലേ? അല്ലാണ്ട് നമ്മൾ തോന്നുമ്പോൾ ഡിസൈൻ ചെയ്താൽ നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നില്ല അല്ലേ? അത് പൊട്ടി വീഴാൻ ചാൻസ് ഉണ്ടാവും അല്ലേ? അപ്പം ഈ ഒരു എന്താ പറയുക സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ ഈ പഠിച്ചു കഴിഞ്ഞാലും, അതായത് നിങ്ങളുടെ BTech ലൈഫ് കഴിഞ്ഞാലും നിങ്ങൾക്കിനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അതായത് ഇപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ MTechന് പോവുകയാണ്, സ്ട്രക്ചറൽ ബേസ്ഡ് ആണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനി തന്നെ പോവുകയാണെങ്കിലും ഇൻ കേസ് ഇപ്പം സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനുണ്ടെങ്കിൽ പോലും നമ്മൾ മാനുവലി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഡിസൈൻ സേഫ്റ്റി നോക്കിയിട്ടാണ് സോഫ്റ്റ്വെയറിലേക്ക് പോകുന്നത് തന്നെ. അപ്പം ഇതിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്കിനി
ഒരു സിവിൽ എഞ്ചിനീയർ ആവാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ ത്രൂ ഔട്ട് ലൈഫ് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് ബേസിക്കലി നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് കൺഫ്യൂഷൻസ് ഒഴിവാക്കാം. നിങ്ങളൊരു ജോലിക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് നോക്കാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് അല്ലേ, റെസിഡൻഷ്യലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിലും, അതായത് വീട്, ഷോപ്പിംഗ് കോംപ്ലക്സ്, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ, ഈവൻ ഹോസ്പിറ്റൽസ്, എല്ലായിടത്തും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ. ആദ്യം നമ്മൾ എന്താ ചെയ്യുക? കോളവും ബീമും ഒക്കെ വെച്ചിട്ടൊരു ഫ്രെയിം സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ഇൻ ബിറ്റ്വീൻ ആണ് നമുക്ക് ആവശ്യമുള്ള ഒരു സ്പേസ് അനുസരിച്ച് നമ്മൾ ബ്രിക്സ് വെച്ചിട്ട് ഓരോ റൂംസ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ വരുമ്പോഴത്തേക്കും RC beams and slabs in home, apartment, malls, office buildings are designed using singly reinforced beams. ഓക്കെ, അതായത് പൊതുവെയുള്ള വീടും അപ്പാർട്ട്മെൻറ്റ്സും മാൾസും ഓഫീസും ഒക്കെ നമ്മൾ സിംഗ്ലി റിയൻഫോഴ്സ്ഡ് ബീംസ്, നമുക്ക് ഈ ഒരു മൊഡ്യൂൾ പഠിക്കാനുള്ളത് സിംഗ്ലി റിയൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ആ ബീം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് വീടുകളും അപ്പാർട്ട്മെൻറ്റും മാളും ഓഫീസും ബിൽഡിങ്സും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്താണ് സിംഗ്ലി റിയൻഫോഴ്സ്ഡ് ബീം? എന്താണ് ബീം എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയാം എന്താണ്? ലോഡ് ക്യാരി ചെയ്യാൻ, അതായത് ബീമിൻ്റെ മേലെ എന്തൊക്കെയുണ്ടോ, റൂഫാണോ അതോ സ്ലാബാണോ, അതിൻ്റെ ലോഡ് കോളത്തിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോയിട്ട് കോളം എന്ത് ചെയ്യും? നമ്മളെ ഫൗണ്ടേഷനിലോ ഫൂട്ടിങ്ങിലോട്ടോ ട്രാൻസ്ഫർ ചെയ്ത് അത് നമ്മൾ അണ്ടർനീത്ത് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകും. അങ്ങനെ ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ബീംസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും സിംഗ്ലി റിയൻഫോഴ്സ്ഡ് ബീം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺക്രീറ്റ് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് നമ്മളെ ബീം എന്നുണ്ടെങ്കിൽ, ഇത് ഒരു നമ്മൾ ലോഡ് വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആയിരിക്കുമല്ലോ ബെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്രാക്ക് വരാൻ ചാൻസ് എവിടെ ആയിരിക്കും? ആ ഒരു താഴത്തെ പോർഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് അവിടെയാണ് ടെൻഷൻ അനുഭവപ്പെടുക. ഓക്കെ, താഴത്തെ പോർഷനിലാണ് ടെൻഷൻ അനുഭവപ്പെടുക അല്ലേ. അപ്പോൾ ആ ടെൻഷൻ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ, ടെൻഷൻ സോണിൽ നമ്മൾ റിയൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. റിയൻഫോഴ്സ്മെൻറ്റ് വെച്ചാൽ എന്താണ്? സ്റ്റീൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ സൈറ്റിലേക്ക് കമ്പി കെട്ടുന്നത്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ പുറത്താണ് കോൺക്രീറ്റ് ചെയ്യുന്നത് അല്ലേ. കോൺക്രീറ്റും സ്റ്റീലും തമ്മിൽ വളരെ ഒരു മ്യൂച്വൽ ബോണ്ട് ഉണ്ട് അല്ലേ. അതെന്താണെന്നൊക്കെ നമുക്കിനി നോക്കാം. ഓക്കെ, ബിഫോർ ദാറ്റ് ജസ്റ്റ് ഒരു എന്താണ് സിംഗ്ലി റിയൻഫോഴ്സ്ഡ് ബീം എന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. റിയൽ ലൈഫിലുള്ള ആപ്ലിക്കേഷൻ പറയാൻ വേണ്ടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മളൊരു സ്റ്റീൽ റിയൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ ടെൻഷൻ സോണിൽ അല്ലെങ്കിൽ ബോട്ടം സോണിൽ നമ്മൾ സ്റ്റീൽ റിയൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ബെൻഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റീൽ റിയൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് സിംഗ്ലി റിയൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുന്നത്. തൽക്കാലം ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് എന്താണ്? ഫ്ലെക്സുറൽ ഡിസൈൻ എൻഷുവേഴ്സ് ദാറ്റ് ദേ ഡോണ്ട് ക്രാക്ക് ഓർ കൊളാപ്സ് അണ്ടർ എവറി ഡേ യൂസ്. ഓക്കെ, അതായത് ഇപ്പം ഫ്ലെക്സുറൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ബീം, സ്ലാബ് അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിൽ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും ഒക്കെ ഉണ്ടാവും. നമ്മളത് പ്രീവിയസ് ആയിട്ടുള്ള പല മെക്കാനിക്സ് സോഴ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സ്ട്രക്ചേഴ്സിൽ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സ്ട്രക്ചേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും? ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും ഒക്കെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ട് എടുക്കുന്നതിനാണ് ഫ്ലെക്സുറൽ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലെക്സുറൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബീം അല്ലെങ്കിൽ സ്ലാബ് എന്ന് പറയുന്നത് കൊളാപ്സ് ആവില്ല എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഫ്ലെക്സുറൽ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസൈൻ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്? ഈ മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ബ്രിഡ്ജസ് അല്ലേ. നമ്മുടെ പാലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പാലം എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം ലോഡ് എടുക്കുന്നതായിരിക്കും അല്ലേ. ടൺ കണക്കിന് വണ്ടികളാണ് പാലത്തിൽ കൂടെ പോകുന്നത് അല്ലേ. അപ്പോൾ അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഷോർട്ട് സ്പാൻ കൾവേർട്സ്. എന്താണ് കൾവേർട്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ റോഡ്, റെയിൽവേൻ്റെ അടിയിൽ വാട്ടർ സോഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒഴുക്കി വിടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബോക്സ് ആണ് കൾവേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കൾവേർട്ടും ബ്രിഡ്ജസിലൊക്കെ നമ്മൾ എന്താണ്? സിംഗ്ലി റിയൻഫോഴ്സ്ഡ് ബീംസ്. അപ്പോൾ ഈ സിംഗ്ലി റിയൻഫോഴ്സ്ഡ് ബീമിൻ്റെ യൂസേജ് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലായോ? അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന റിയൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈൻ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്നെന്നും അത് യൂസ്ഫുൾ ആയിട്ടായിരിക്കും വരിക. ഓക്കെ,
പിന്നെ RC ഡെക്ക് സ്ലാബ് ബ്രിഡ്ജസിൽ വരുന്നത് തന്നെയാണ്. പിന്നെ ടി ഷേപ്ഡ് ബീംസ്, നമ്മൾ ഈ റോഡിൻ്റെ പാലത്തിൻ്റെ ഒക്കെ താഴെ നമ്മൾ ബീംസ് കണ്ടിട്ടില്ലേ, ബീംസ്, സെക്ഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ വെഹിക്കിൾ റോഡ്സ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി എഞ്ചിനീയേഴ്സ് ഡിസൈൻ ദം ഫോർ ബെൻഡിങ് മൊമെൻറ്റ്സ് ഫ്രം ഡെഡ് ആൻഡ് ലൈവ് ലോഡ്. നമുക്ക് ഏറ്റവും പ്രശ്നം ഈ ബീമൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ക്രാക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഫെയിലിയർ ഉണ്ടാവും. ഓക്കെ, അപ്പം ബെൻഡിങ് മൊമെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും എന്തിൽ നിന്ന്, ഡെഡ് ആൻഡ് ലൈവ് ഫോഴ്സസ്. ഡെഡ് ലോഡ് എന്ന് വെച്ചാൽ എന്താണ്? ഡെഡ് ലോഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കോൺക്രീറ്റിൻ്റെ കഷ്ണം എടുത്താൽ അതിന് നാച്ചുറലി ഒരു വെയിറ്റ് ഉണ്ടാവും, കോൺക്രീറ്റിന് വെയിറ്റ് ഉണ്ടാവും അല്ലേ, കോൺക്രീറ്റിന് സ്റ്റീലിൻ്റെ വെയിറ്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. അതേപോലെ ലൈവ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബ്രിഡ്ജിൽ വണ്ടികൾ പൊക്കോണ്ടിരിക്കും അല്ലേ, അത് ലൈവ് ലോഡാണ്. അതായത് സ്ഥിരമായിട്ടുള്ള ലോഡല്ല, വന്നും പോയിരിക്കാം, കൂടാം കുറയാം, എങ്ങനെ വേണം വരാം. ഈ 2 ലോഡും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേസിക്കലി എല്ലാ സ്ട്രക്ചേഴ്സും ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഫ്ലെക്ച്വറൽ സ്ട്രെങ്ത്ത്, എത്രത്തോളം സ്ട്രെങ്ത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ ഡക്റ്റൈൽ ഫീൽഡ് എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ ഈ മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിൻ്റെ എൻഡിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു ഫ്രാക്ചർ പോയിന്റ് വരുന്നുണ്ട് അല്ലേ. ആ ഫ്രാക്ചർ പോയിന്റിന് മുന്നേ നമുക്കൊരു പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടാകും. അതായത് ഒരു പൊട്ടിയോന്ന് ചോദിച്ചാൽ ഇല്ല, പൊട്ടിയില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് എത്തുന്നത് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സ്റ്റേറ്റിനാണ് നമ്മൾ ഡക്റ്റൈൽ ഫെയിലിയർ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. എപ്പോഴാണ് ഡക്റ്റൈൽ ഫെയിലിയർ ഉണ്ടാവുക, ഫ്ലെക്ചറൽ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്. ഫ്ലെക്ചറൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ബെൻഡിങ് മൊമെന്റ് റെസിസ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ കഴിവിനെയാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, പിന്നെ വരുന്ന റീറ്റെയിനിങ് വാൾസും വാട്ടർ ടാങ്ക്. റീറ്റെയിനിങ് വാൾസ് എന്താണ്, അതായത് ഇപ്പോൾ നമ്മൾ വലിയ വലിയ മലകളുള്ള സ്ഥലത്തൊക്കെ മണ്ണിടിച്ചിൽ തടയാനായിട്ട്, ഇപ്പം നമ്മളെ ഒരു മലേൻ്റെ സൈഡിലാണ്, മണ്ണ് കൊണ്ടുള്ള മലേൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ അത് ഇടിഞ്ഞു വീഴാണ്ടിരിക്കാൻ വേണ്ടി കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് നമ്മൾ കെട്ടും. ഓക്കെ, അതാണ് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത്. അതായത് സോയിലിൻ്റെ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്ത് അവിടെ നമുക്കൊരു ഒരു സ്ട്രക്ചർ കിട്ടും, കോൺക്രീറ്റ് സ്ട്രക്ചർ കിട്ടും. അതൊക്കെ നിങ്ങളിനി പഠിക്കും. ഓക്കെ, പിന്നെ വരുന്ന വാട്ടർ ടാങ്ക് നിങ്ങൾക്ക് അറിയാലോ, ബേസിക്കലി വരുന്ന വാട്ടർ ടാങ്ക്സ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, എർത്ത് പ്രഷറും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിസൈനിങ് യൂസ് ചെയ്യാം. They are designed to handle fluctual stresses due to water or soil, applying same assumptions in stress-strain distribution. Stress-strain distributionൽ വരുന്ന അതേ ടൈപ്പ് ഓഫ് അസംഷൻസ് ആണ് നമുക്ക് എന്ത് വരുന്നത്, ഈ വാട്ടറിൻ്റെ സോയിലിൻ്റെ പ്രഷർ അവർ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു സ്ട്രക്ചേഴ്സ് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് കുറച്ച് ഫിഗേഴ്സ് ആണ്. ഫിഗേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കാണുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരു 1 way റീഎൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫ്ലോർ ആണ്. മൊണോലിത്തിക് സപ്പോർട്ടിംഗ് ബീംസ് കണ്ടോ, ബീംസ് സപ്പോർട്ട് ചെയ്തിട്ട് കോളംസ് ലോങ് ബീംസ് ആണ് കണ്ടോ. ആൻഡ് അതുപോലെ 1 way ജോയിസ്ഡ് ഫ്ലോർ സിസ്റ്റം വിത്ത് ക്ലോസ്ലി സ്പേസ്ഡ് റിബ്സ് സപ്പോർട്ടഡ് ബൈ മൊണോലിത്തിക് കോൺക്രീറ്റ് ബീംസ്. ട്രാൻസ്വേഴ്സ് റിബ്സ് പ്രൊവൈഡ് ഫോർ ലാറ്ററൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമുക്കിപ്പോൾ ഇവിടെ മെയിൻ ബീം പോയിട്ടുണ്ട്, ഇൻ ബിറ്റ്വീൻ കോളംസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ, പക്ഷേ ആ ലാറ്ററൽ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ ബിറ്റ്വീൻ ഇതുപോലത്തെ ബീംസ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഡിസൈൻ തന്നെയാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഫിഗേഴ്സ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ വരുന്നത് ഫ്ലാറ്റ് പ്ലേറ്റ് ഫ്ലോർ സ്ലാബ് ക്യാരി ഡയറക്ട്ലി ബൈ കോളം വിത്തൗട്ട് ബീംസ് ഓർ ഗിഡേഴ്സ്. ഇവിടെ കണ്ടോ, കംപ്ലീറ്റ്ലി നമുക്ക് കോളം മാത്രമേ ഉള്ളൂ, മേലത്തെ പോർഷനിൽ എന്താണ്, സ്ലാബാണ് ഉള്ളത് അല്ലേ. ഇൻ ബിറ്റ്വീൻ ബീം ഇല്ലാണ്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, വിത്ത് ഹെൽപ്പ് ഓഫ് ഗിഡേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ആൻഡ് അതുപോലെയാണ് ഒരു ഫ്ലാറ്റ് സ്ലാബ് ഫ്ലോർ വിത്തൗട്ട് ബീംസ് ബട്ട് വിത്ത് സ്ലാബ് തിക്നെസ് ഇൻക്രീസ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും സ്ലാബ് തിക്നെസ് കൂട്ടിയിട്ട് കോളത്തിന് കൂടെ തന്നെ ഒരു ഫ്ലെയർഡ് ടൈപ്പ് ഓഫ് കോളം കൊടുത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് ഒരു യൂണിക് ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, ജസ്റ്റ് ഫോർ നിങ്ങൾക്കൊരു ഇൻഫോർമേഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തേ ഉള്ളൂ. ഇത് കണ്ടത് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. അതൊക്കെ ഏതൊക്കെ ഷേപ്പിൽ, ഫോൾഡഡ് ഷേപ്പിലൊക്കെ അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതൊക്കെ ഓരോ ഡിസൈനിങ്ങിന് ഉണ്ടാകും, ഇൻ പ്രഷർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലോഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്സ് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെയുള്ള എന്താ, സിലിണ്ടറിക്കൽ ഷെൽ റൂഫ് പ്രൊവൈഡിങ് കോളം ഫ്രീ ഇൻറ്റീരിയർ സ്പേസ്. ഇവിടെ കണ്ടോ, ഈ ഒരു പോർഷനിൽ ഇവിടെ നമുക്ക് എക്സ്ട്രാ കോളംസ് ഒന്നും എന്ത് ചെയ്യണ്ട, പ്രൊവൈഡ് ചെയ്യണ്ട. അല്ലാതെ തന്നെ അവിടെ എന്താണ് ക്യാൻഡിലിവർ പോലൊരു സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സിലബസിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇപ്പോൾ സിലബസിൽ പറഞ്ഞേക്കുന്ന ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇൻട്രൊഡക്ഷൻ പറയാനാണെങ്കിൽ കുറേ ഉണ്ടാവും അല്ലേ. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് എന്താ വെച്ചാൽ കോൺക്രീറ്റിൽ ഫസ്റ്റ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള റിയൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണ്. റിയൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുമ്പം അതിൽ കോൺക്രീറ്റും ഉണ്ട്, വേറെ എന്തുണ്ട്, സ്റ്റീലും ഉണ്ട് അല്ലേ. ഓക്കെ, കോൺക്രീറ്റ് സ്റ്റീൽ കോമ്പിനേഷൻ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് കോൺക്രീറ്റ് എന്താണ്, സ്റ്റീൽ എന്താണെന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് നോക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലുള്ള പകുതി കാര്യങ്ങൾ എന്തിലുണ്ട്, നമ്മൾ കോഡിലുണ്ട്. അപ്പോൾ കോഡ് കയ്യിലെടുത്ത് വെക്കുക, നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ റിയൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഈസ് എ കോമ്പോസിറ്റ് മെറ്റീരിയൽ widely used in modern construction due to advantages such as flexibility, performance and moldability. അതായത് നമ്മുടെ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻസിൽ നമ്മൾ എല്ലാ ബിൽഡിങ്സും കോൺക്രീറ്റ് ഉപയോഗിച്ചാൽ ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ കോൺക്രീറ്റ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റീലും യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് റിയൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റ് ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാ സ്ട്രക്ചേഴ്സും അത് യൂസ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഫ്ലെക്സിബിലിറ്റി, ദാറ്റ് ഈസ് ഇറ്റ് റെസിസ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ്സ്. അതിൻ്റെ പെർഫോമൻസ് ആൻഡ് ഓൾസോ മോൾഡബിലിറ്റി, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക അല്ലേ. നിങ്ങളൊരു ആർക്കിടെക്ചറൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ പല ടൈപ്പ് ഓഫ് നല്ല നല്ല ബിൽഡിങ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതൊക്കെ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എത്രത്തോളം അമേസിംഗ് ആണ്. ഒരു കോൺക്രീറ്റും സ്റ്റീലും കൊണ്ട് എത്രത്തോളം ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സ്ട്രക്ചേഴ്സ് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളത് അല്ലേ. ഓക്കെ, ഇറ്റ് ഹാസ് എ ലാർജ്ലി റീപ്ലേസ് ട്രഡീഷണൽ മെറ്റീരിയൽസ് ലൈക്ക് സ്റ്റോൺ. പണ്ടുള്ള കാലങ്ങളിൽ സ്റ്റോണ്, ടിമ്പറൊക്കെ യൂസ് ചെയ്ത് ഇപ്പം നമ്മൾ അതൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, റിയൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എബിലിറ്റി ടു ബി മോൾഡ് ഇൻ ടു വേരിയസ് ഫോംസ് ഹാസ് എക്സ്പാൻഡഡ് ദ സ്കോപ്പ് ഓഫ് ആർക്കിടെക്ട്സ് അലൗവിങ് ദ ക്രിയേഷൻ ഓഫ് അട്രാക്റ്റീവ് ഷെൽവ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ വെച്ചാൽ ആർക്കിടെക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ നമ്മളൊരു വീടിൻ്റെ ഭംഗി അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൻ്റെ ഭംഗിയിലായിരിക്കും ഫോക്കസ് ചെയ്യുക. അപ്പോൾ അതേ രീതിയിൽ ഷേപ്പാക്കി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് സിവിൽ എഞ്ചിനീയേഴ്സ് കുറച്ച് മെനക്കെടണം അല്ലേ. അപ്പം അവരെന്താണോ ആഗ്രഹിച്ചത് അതേപോലെ ആക്കിയെടുക്കാൻ നമ്മുടെ റിയൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മോറോവർ ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ സ്ട്രേറ്റ് ലൈൻ സ്ട്രക്ചറൽ ഫോംസ് ലൈക്ക് മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ്, ബ്രിഡ്ജസ് ആൻഡ് ഫൗണ്ടേഷൻ. ബേസിക്കലി നമ്മൾ സ്ട്രെങ്ത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നമുക്ക് ലുക്ക് വൈസ് മാത്രമല്ല അല്ലാണ്ട് സ്ട്രെങ്ത് വൈസ് നമുക്ക് എന്താണ് റിയൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് യൂസ്ഫുൾ ആണ്. ഓക്കെ, കോൺക്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആർട്ടിഫിഷ്യൽ പ്രൊഡക്റ്റ് ആണ് അല്ലേ. നമ്മളതെങ്ങനെയാണ് ഉപയോഗിക്കുക, ഇറ്റ് ഈസ് ഹാർഡനിങ്. എന്തൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഹാർഡൻ ചെയ്യുന്നത്, റിയൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് ഉണ്ടാവും, അഗ്രിഗേറ്റ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും അല്ലേ. ഓക്കെ, സിമെൻറ്റ്, സാൻഡ്, ഗ്രേവൽ ആൻഡ് വാട്ടർ ഇൻ സ്പെസിഫിക് പ്രൊപ്പോർഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, M30 കോൺക്രീറ്റ്, M20 ഗ്രേഡ് കോൺക്രീറ്റ്, 1:2:4 റേഷ്യോ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. അതിനാണ് ഈ സ്പെസിഫിക് പ്രൊപ്പോർഷൻസ്. നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. ദ ക്വാളിറ്റി ആൻഡ് പ്രൊപ്പോർഷൻസ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഡിറ്റർമൈൻസ് ഇറ്റ്സ് പ്രോപ്പർട്ടി, മേക്കിംഗ് കോൺക്രീറ്റ് വേരി വൈഡ്ലി ഇൻ സ്ട്രെങ്ത് മച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺ. അതായത് നമ്മൾ ഇതിൻ്റെ പ്രൊപ്പോർഷൻസും അതായത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചേഞ്ച് ആകും തോറും അതിൻ്റെ സ്ട്രെങ്ത്തിലും ഒക്കെ നമുക്ക് വലിയ ചേഞ്ചസ് വരുത്താം. ഓക്കെ, കോൺക്രീറ്റ് ഈസ് സ്ട്രോങ് ഇൻ കംപ്രഷൻ ബട്ട് വീക്ക് ഇൻ ടെൻഷൻ. കോൺക്രീറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ കംപ്രഷൻ, ലോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ട്രക്ചറിൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടെൻഷനും വരും കംപ്രഷനും വരും അല്ലേ. അപ്പോൾ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ കംപ്രഷനിൽ ആൾ ഭയങ്കര പുലിയാണ്, പക്ഷേ ടെൻഷനിൽ ആൾ ഭയങ്കര വീക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെൻഷനും കൂടെ ഹോൾഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റീലിനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് റിയൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോൺക്രീറ്റും സ്റ്റീലും തമ്മിൽ വലിയൊരു ബോണ്ട് ഉണ്ട്. അതായത് കോൺക്രീറ്റ് എന്തിലാണോ വീക്കുള്ളത് അത് നമ്മളെ സ്റ്റീൽ പരിഹരിക്കുന്നുണ്ട്. ഓക്കെ, അതായത് വീക്ക് ഇൻ ടെൻഷൻ, മേക്കിംഗ് ഇറ്റ് വൾണറബിൾ ടു ബെൻഡിങ്, ഷിയർ ആൻഡ് ടോർഷൻ. ഈ ബെൻഡിങ്, ഷിയർ, ടോർഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റ് സ്ട്രക്ചറിൽ വളരെ അധികമായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആണല്ലേ. നമ്മളിപ്പോൾ എന്ത് ഫോഴ്സ്, ബീമിൻ്റെ കേസ് എടുത്താലും ഷിയർ ഫോഴ്സ് ഉണ്ടാവും, ബെൻഡിങ് ഫോഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ സ്ട്രക്ചറിനെ പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടും ഈ ടെൻഷനിൽ ആൾ വീക്കും ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റീലിനെ നമ്മൾ ആഡ് ചെയ്യും. ആസ് എ റിസൾട്ട് പ്ലെയിൻ കോൺക്രീറ്റ് ഈസ് യൂസ്ഡ് ഇൻ ആപ്ലിക്കേഷൻസ് വെയർ കംപ്രസീവ് സ്ട്രെങ്ത് ആൻഡ് വെയിറ്റ് ആർ ക്രൂഷ്യൽ ബട്ട് ടെൻസൈൽ സ്ട്രെസ്സസ് ആർ മിനിമൽ ഓർ ആബ്സെന്റ്. ഓക്കെ, അപ്പം പ്ലെയിൻ കോൺക്രീറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടാകും, കംപ്രഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും.
പക്ഷേ ടെൻഷൻ്റെ കേസസ് വലിയ വലിയ സ്ട്രക്ചേഴ്സ് വരുമ്പം സ്റ്റീൽ കമ്പൈൻഡ് ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ആ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. കോൺക്രീറ്റ് കംപ്രഷനിൽ സ്ട്രോങ് ആണ്, ടെൻഷനിൽ വീക്കാണ്. പക്ഷേ സ്റ്റീൽ എന്താണ്, ടെൻഷനിൽ സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് രണ്ടുപേരും നമ്മൾ ഒരുമിച്ചാക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ്. ഈ സംഭവങ്ങളൊക്കെ നമ്മളെ കോഡിൽ കുറച്ചായിട്ടൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓരോ പോർഷൻ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പം എക്സാമിന് ഇതിൻ്റെ തിയറി പോർഷൻസ് ചോദിക്കുകയാണെങ്കിൽ കോഡ് നോക്കി എഴുതാം, കൂടെ നിങ്ങൾ കുറച്ചും കൂടെ ആഡ് ഓണും കൂടെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, the important properties of concrete which govern the design of concrete mix as follow. അതായത് കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ മിക്സ് ഡിസൈൻസ് ആണ്. അതിൻ്റെ മിക്സ് അനുസരിച്ചാണ് കോൺക്രീറ്റിൻ്റെ ഓരോ ക്യാരക്ടറും നമുക്ക് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാം. വെയിറ്റ്, ഫസ്റ്റ് വൺ ഈസ് വെയിറ്റ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ പ്ലെയിൻ കോൺക്രീറ്റിൻ്റെയും റിയൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെയും യൂണിറ്റ് വെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ കോൺക്രീറ്റ് യൂണിറ്റ് വെയ്റ്റ് 24ഉം റിയൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് 25. ഈ യൂണിറ്റ് വെയ്റ്റ്സ് പഠിച്ചു വെക്കാം. നമുക്ക് ഡിസൈൻ ചെയ്യുമ്പം ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇതാ ഈ പുള്ളിനെ നോക്കി വെക്കാം. 25 kN/m³ ആണ് റിയൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ റിയൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൽ സാൻഡ് ഉണ്ട്, ഗ്രേവൽ ഓഫ് ക്രഷ്ഡ് നാച്ചുറൽ അഗ്രിഗേറ്റ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് റിയൻഫോഴ്സ്ഡ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് കംപ്രസീവ് സ്ട്രെങ്ത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കംപ്രസീവ് സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വലിയ വലിയ ഫ്ലാറ്റ് വീടുകളിൽ ചെയ്യാറില്ല, ഫ്ലാറ്റിൻ്റെ ഒക്കെ വർക്കിന് പോയാൽ കാണാം. അവർ ഒരു പൈലിങ്ങോ അല്ലെങ്കിൽ ഒരു കോളോ ആണോ അവർ കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിന് മുന്നേ അവർ പോർ ചെയ്യുന്ന കോൺക്രീറ്റ് ഒരു 3 ക്യൂബിലായിട്ട് ടെസ്റ്റിങ്ങിനായിട്ട് വിടും. അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം M30 എന്നൊക്കെ പറയത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല M30 M20. M30 എന്ന് പറഞ്ഞാൽ 30 എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ്, കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. ഓക്കെ, അതായത് 28 days ക്യൂറിങ് കഴിയുമ്പോൾ നമ്മുടെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 30 Nm/mm² ആയിരിക്കണം. ഓക്കെ, അതല്ല അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റീഡിസൈൻ ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു ലോഡ് അത് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ആ കോൺക്രീറ്റ് അതിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ ആണോ? വിത്ത് ഗീവൺ പ്രോപ്പർട്ടീസ് ഓഫ് അഗ്രിഗേറ്റ് ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഡിപ്പെൻഡ്സ് പ്രൈമർലി ഓൺ ഏജ്, സിമെൻറ്റ് കണ്ടന്റ് ആൻഡ് സിമെൻറ്റ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞത് വളരെ വലിയ റോളുണ്ട് നമ്മുടെ കോൺക്രീറ്റിൽ. ആ വാട്ടർ സിമെൻറ്റ് റേഷ്യോയിലേക്ക് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ കൂടിപ്പോയാലും പ്രശ്നമാണ്, കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. ഓക്കെ, നിങ്ങൾ ലാബിലൊക്കെ വർക്ക് ചെയ്യുമ്പം കുറച്ചും കൂടെ നിങ്ങൾക്കൊന്ന് ക്ലാരിറ്റി കിട്ടും എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഈസ് ബേസ്ഡ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് 28 days സ്ട്രെങ്ത്. നമ്മൾ ആദ്യം 7 ദിവസത്തേക്കൊന്ന് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. 7 ദിവസത്തേക്ക് നമ്മൾ നോക്കുമ്പം 2/3 ഓഫ് ദാറ്റ്, അതായത് ഈ ഒരു 30 ആണെങ്കിൽ 30ൻ്റെ ഒരു 3/4 ഭാഗം, ഒരു 2/3 ഓഫ് ദ 30 എങ്കിലും വാല്യൂ കിട്ടണം. With the ordinary Portland cement, generally good indicator of strength likely to be obtained. ഒരു 2/3 ഉണ്ടെങ്കിൽ എന്താണ്, ഓക്കെ ആണ്. അതായത് 30 × 2/3 ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്, ആ വാല്യൂ നമ്മൾ 7 ദിവസത്തിനുള്ളിൽ കിട്ടുന്നുണ്ട്. കാരണം 28 ദിവസം ക്യൂർ ചെയ്ത് അതിൻ്റെ വാല്യൂ എടുക്കാന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് 3 സെക്ഷനാണുള്ളത്, 7, 14, 28. 7 ഡേയ്സിനുള്ളിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ 2/3 ഓഫ് ദിസ് വാല്യൂ M30 ആണെങ്കിൽ 30ൻ്റെ വാല്യൂ ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, 3 സെറ്റ് ഓഫ് ക്യൂബ് നമ്മൾ എടുക്കും. ക്യൂബിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു മിക്സ് പോർ ചെയ്തിട്ട് 24 hours കഴിഞ്ഞിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന ആ ക്യൂബ് മാറ്റിയിട്ട് വെള്ളത്തിൽ കൊണ്ടിടും. ക്യൂറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളത്തിൽ കൊണ്ടിങ്ങനെ മുക്കി വെക്കും. 7 days കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ എടുത്ത് കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ ഉണ്ട്, അതിൽ ലോഡ് കൊടുത്തിട്ട് ഏത് ലോഡിലാണ് ഇത് ബ്രേക്ക് ആവാൻ നോക്കും. ആ വാല്യൂ ആണ് നമ്മുടെ കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് 7 ഡേയ്സിനുള്ളിൽ 2/3 ഓഫ് ദ 30 എത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കോൺക്രീറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, റീഡിസൈൻ മീൻസ് ഒന്നെങ്കിൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുക, അല്ലെങ്കിൽ സിമെൻറ്റോ ഗ്രേവലോ അങ്ങനെ എന്തെങ്കിലും മാറ്റി മിക്സ് പ്രപ്പോർഷൻ മാറ്റിയിട്ട് വീണ്ടും ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ക്യൂർ ചെയ്യുക, വീണ്ടും ആ വാല്യൂലേക്ക് എത്തുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കംപ്രസീവ് സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത്.
ഇനി അടുത്തത് വരുന്നത് എന്താണ്? ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞില്ലേ കംപ്രഷൻ ടെസ്റ്റിൻ്റെ കാര്യങ്ങളും വാല്യൂസും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ IS 456 ടേബിൾ 2-ലാണ്. അതാണ് നമ്മളിപ്പോൾ ഇതായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓർഡിനറി സിമെൻറ്റിന് M20 ആണെങ്കിൽ 150 mm³ 28 days ടെസ്റ്റ് കഴിയുമ്പോൾ 10 കിട്ടണം. ഓക്കെ, 15 ആണെങ്കിൽ 15, 20 ആണെങ്കിൽ 20. സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് ആണ്. ഇതാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വാല്യൂസ്. ഓക്കെ, അപ്പം M30 ഒക്കെയാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ 30 കംപ്രസീവ് സ്ട്രെങ്ത് വേണം. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്, അതായത് വലിയ വലിയ സ്ട്രക്ചേഴ്സ് നമ്മൾ ഇങ്ങനത്തെ കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ വാല്യൂസ് എത്ര വേണം? ഈ വാല്യൂസ് വേണം. ഓക്കെ, അപ്പം നോട്ടിൽ എന്താ പറയുന്നത്? ഇൻ ദ ഡെസിഗ്നേഷൻ ഓഫ് കോൺക്രീറ്റ് മിക്സ് M എന്ന് പറയുന്നത് എന്താണ്? മിക്സിനെയാണ്. അത് ഞാൻ M30 എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതിൽ M എന്ന് പറഞ്ഞാൽ മിക്സിനെയാണ് പറയുന്നത്. നമ്മളൊരു 150 mm സൈസുള്ള ക്യൂബിൽ 28 days നമ്മൾ ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എക്സ്പ്രസ് ചെയ്യുന്നത് Newton/mm². ഇനി ഓക്കെ, ഇതിൽ നമുക്ക് കോഡിൽ നമുക്ക് നോക്കാം. കോഡിൽ ടേബിൾ 2 കോഡ് എടുക്കുക. കോഡിൽ ടേബിൾ 2, ടേബിൾ 1, ടേബിൾ 2. ഓക്കെ, ടേബിൾ 2 കണ്ടോ? ടേബിൾ 2 പേജ് നമ്പർ 16 എടുക്കുക എല്ലാവരും. എന്നിട്ട് എന്ത് ചെയ്യുക? ടേബിൾ എടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങളെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫോർ കോൺക്രീറ്റ് ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് ഗ്രേറ്റർ ദാൻ M55 ഡിസൈൻ പാരാമീറ്റേഴ്സ് ഗിവൺ ഇൻ ദ സ്റ്റാൻഡേർഡ് മേ നോട്ട് ബി ആപ്ലിക്കബിൾ. ദ വാല്യൂസ് മേ നോട്ട് ബി ഒബ്റ്റെയിൻഡ് ഫ്രം സ്പെസിഫൈ. ഇത് തന്നെ കിട്ടണമെന്നില്ല, എക്സ്പെരിമെൻ്റൽ റിസൾട്ടിൽ നിന്ന് കിട്ടുന്നതല്ല. M55ൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ ഇത്രയും പോർഷനാണ് നമുക്ക് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഇൻക്രീസ് ഇൻ സ്ട്രെങ്ത് വിത്ത് ഏജ്. അതായത് നമ്മളിപ്പം 7 ദിവസത്തെ കോൺക്രീറ്റ് ടെസ്റ്റ് ചെയ്താലും 14 ദിവസം ടെസ്റ്റ് ചെയ്ത് 28 days വരെ അത് എന്ത് ചെയ്യും? സ്ട്രെങ്ത് കൂടിക്കൊണ്ടേയിരിക്കും. Okay, the quantum of increase depends upon the grade and type of cement during the environmental conditions. അതിന് ശേഷമുള്ള ആ ഒരു കോൺക്രീറ്റ് നിലനിൽപ്പെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സിമെൻറ്റ് നല്ല ക്വാളിറ്റി സിമെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? പണി കിട്ടും. ഓക്കെ, ആൻഡ് ഓൾസോ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും. ഇപ്പോൾ അതായത് ഇപ്പം കോസ്റ്റൽ ഏരിയാസൊക്കെ ആണെങ്കിൽ ഉപ്പിൻ്റെയൊക്കെ ഒരു അംശം ഉണ്ടാവില്ലേ നമ്മൾ മോയ്സ്ചറിൽ, അപ്പോൾ അത് കോൺക്രീറ്റുമായിട്ട് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായി ഡിഗ്രേഡ് ആവാൻ ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, ഫ്ലെക്സ്വറൽ ആൻഡ് സ്പ്ലിറ്റ്. നമ്മൾ ഈ ലാബിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ കോൺക്രീറ്റിൻ്റെ ഇതിൽ കംപ്രഷൻ ടെസ്റ്റ് ക്യൂബിന് ചെയ്യും. അതുപോലെ സിലിണ്ടറിലൊക്കെ സ്പ്ലിറ്റ് ആൻഡ് ഫ്ലെക്സ്വറൽ ടെസ്റ്റൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ആൻഡ് അതിൽ നമുക്ക് കോഡ് വേറെയാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മതി. ഈ കോഡും നമുക്ക് വേണ്ട. 516 1959 5818 1950 അതായത് നമുക്കിപ്പം ടെൻസൈൽ സ്ട്രെസ്, ഈ കംപ്രസീവ് സ്ട്രെങ്ത്തിനും ടെൻസൈൽ സ്ട്രെസ് ഒക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഈ കോഡ്സ് യൂസ് ചെയ്ത് നമുക്ക് വാല്യൂസ് കൺസിഡർ ചെയ്യാം. ഫ്ലെക്സ്വറൽ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ എന്താണ്? FCR = 0.7 √FCK Newton/m². FCKൻ്റെ വാല്യൂ അറിയാമെങ്കിൽ ഇതിൽ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് ഫ്ലെക്സ്വറൽ സ്ട്രെങ്ത് കിട്ടും. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താണ്? എലാസ്റ്റിക് ഡീഫോർമേഷൻ. The modulus of elasticity is primarily influenced by the elastic properties of the aggregate. To lesser extent on the conditions of curing and age of the concrete, the mixed proportions and the type of cement. The modulus of elasticity is normally related to the compressive characteristic. അതായത് നോർമലി modulus of elasticity എന്ന് പറയുമ്പോഴത്തേക്ക് കംപ്രസീവ് സ്ട്രെങ്ത്തിലാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫോർമുലയാണ് 5000 √FCK. ഇതൊക്കെ നമുക്ക് ഡിസൈനിങ്ങിന് ആവശ്യം വരുന്ന ഫോർമുലാസ് ആണ്. ഓക്കെ, വേർ ഈസി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം സ്റ്റാറ്റിക് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, FCK എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ക്യൂബ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇൻ Newton/mm². ഓക്കെ, ഇനി അടുത്ത ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്. ഷ്രിങ്കേജ് എന്ന് വെച്ചാൽ എന്താണ്? ഷ്രിങ്കേജ് ഈസ് ദ ടൈം ഡിപ്പെൻഡൻറ്റ് ഡീഫോർമേഷൻ ജനറലി കംപ്രസീവ് ഇൻ നേച്ചർ. ഷ്രിങ്കായി, പേര് പോലെ തന്നെ ഷ്രിങ്കായി പോവുക. The constituents of concrete, the size of the member, environmental conditions ഒക്കെയാണ് ഷ്രിങ്കേജ് ഉണ്ടാവാൻ കാരണക്കാർ. However, total shrinkage of the concrete എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ടോട്ടൽ എമൗണ്ട് ഓഫ്, അതായത് നമ്മൾ കറക്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ അല്ല പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് ആക്ച്വലി കോൺക്രീറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടെ, സിമെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹീറ്റ് റിലീസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പം വെള്ളം അതുപോലെ വേണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ക്യൂറിങ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഈ വീട് വാർത്ത് കഴിയുമ്പോഴത്തേക്കും വെള്ളം നനയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനാണ്.
അതായത് സിമെന്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, വാട്ടർ കണ്ടന്റ് കുറയും അല്ലേ. അപ്പം അതിൻ്റെ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ എന്താ വിള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഷ്രിങ്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വാട്ടർ ഒഴിച്ചുകൊണ്ട് വെള്ളം ഒരു സ്പെസിഫിക് പീരീഡ് വരെ നമുക്ക് ഓരോന്നോ ടൈം ഉണ്ട്. ഇപ്പം ബീമിന് ഇത്ര ഡേയ്സ് ഓഫ് ക്യൂറിങ് ആണ്, സ്ലാബിന് ഇത്ര ഡേയ്സ് ഓഫ് ക്യൂറിങ് ആണ്. അങ്ങനെ പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്താൽ നമുക്ക് കോൺക്രീറ്റ് നല്ലൊരു ഡ്യൂറബിൾ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അല്ലാത്ത സിറ്റുവേഷനിൽ ഇതുപോലെ വാട്ടർ പ്രസൻസിൻ്റെ പ്രശ്നമൊക്കെ വരുമ്പോഴത്തേക്കും, അതായത് ഡ്രൈ അറ്റ്മോസ്ഫിയറും കൂടെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കോൺക്രീറ്റ് ഷ്രിങ്കേജ് വരാൻ ചാൻസ് ഉണ്ട്. ദ സിമെന്റ് കണ്ടന്റ് ഹൗ എവർ ഇൻഫ്ലുവൻസ് ദ ടോട്ടൽ ഷ്രിങ്കേജ് ഓഫ് ദ കോൺക്രീറ്റ് ടു ലെസർ എക്സ്റ്റെൻറ്റ്. സിമെന്റ് കണ്ടന്റ് കൂടുകയാണെങ്കിൽ ഷ്രിങ്കേജും കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ കണ്ടന്റ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ദ ടോട്ടൽ ഷ്രിങ്കേജ് സ്ട്രെയിൻ ഫോർ ഡിസൈൻ ഈസ് ടേക്കൺ ആസ് 0.0003. ഓക്കെ, അപ്പം നമുക്കത് നമ്മളെ കോഡിലുള്ള കാര്യമാണ്. ഓക്കെ, കോഡ് എടുക്കുക എല്ലാവരും. നമ്മൾ നേരത്തെ കണ്ട സെയിം പേജ് നമ്പർ 16 തന്നെയാണ്. ഷ്രിങ്കേജ്, ദ ടോട്ടൽ ഷ്രിങ്കേജ് ഓഫ് ദ കോൺക്രീറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ദ സൈസ്. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ഷ്രിങ്കേജിനെ കുറിച്ച് ചോദിച്ചാൽ നേരെ പേജ് നമ്പർ 16 എടുക്കുക, എന്ത് ചെയ്യുക, ഇത് എഴുതി വെക്കുക. ഓക്കെ, ഇത് എഴുതുമ്പോൾ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ ആദ്യം കുറച്ച് ഇൻട്രൊഡക്ഷനിലൊക്കെ പഠിച്ചല്ലോ, കോൺക്രീറ്റിനെ കുറിച്ചൊക്കെ പഠിച്ചില്ലേ, അതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് എഴുതുക. ഓക്കെ, അല്ലാണ്ട് ഇതേപോലെ തന്നെ എഴുതി വെക്കാണ്ട് കുറച്ചും കൂടെ അഡീഷണൽ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി ക്രീപ്പ് ഓഫ് കോൺക്രീറ്റിൽ വരുന്നത് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ആണ്. അതായത് സ്ട്രെസ്സും സ്ട്രെയിനും അഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്രീപ്പ് ഉണ്ടാകുക. ക്രീപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഡ്യൂറിങ് ദ ടൈം ലോഡ് ഇങ്ങനെ ഇൻ്റർവെൽ ആയിട്ട് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിലുണ്ടാകുന്ന ഡീഫോർമേഷൻസിനാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രീപ്പ് ഓഫ് ദ കോൺക്രീറ്റ് ഈസ് അനദർ ടൈം ഡിപ്പെൻഡൻറ്റ് ഡീഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് ബൈ വിച്ച് ഇറ്റ് കണ്ടിന്യൂസ് ടു ഡീഫോം യൂഷ്വലി അണ്ടർ കംപ്രസീവ് സ്ട്രെസ്. മെയിൻലി കംപ്രസീവ് സ്ട്രെസ് വരുമ്പോൾ ഡീഫോർമേഷൻ സംഭവിക്കുന്നതാണ്. ക്രീപ്പ് സ്റ്റേറ്റ്സ് റിക്കവർ പാർട്ട്ലി വെൻ സ്ട്രെസ്സസ്, അതായത് സ്ട്രെസ് റിലീസ് ചെയ്തത് ഒരു സ്ലോ പ്രോസസ്സാണ് ക്രീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു പാലത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു വണ്ടി ഇങ്ങനെ പോയി ഇറങ്ങി കുറേ വർഷം കഴിയുമ്പോഴായിരിക്കും ഒരു ഡീഫോർമേഷൻ ആ ഒരു പാലത്തിന് സംഭവിക്കുക. അത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ ആ വണ്ടി പോകുമ്പോഴായിരിക്കും അതൊന്ന് ജസ്റ്റ് ബെൻഡ് ആവുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്രാക്കിൻ്റെ ഒരു ഇത് വരിക. അത് വണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്ക് ടു ഈസ് ഒറിജിനൽ ഷേപ്പിൽ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. The figure shows the creep recovery in two parts. Elastic recovery is immediate and creep recovery is slow. എലാസ്റ്റിക് ആണെങ്കിൽ എന്ത് ചെയ്യും, എന്താണ് എലാസ്റ്റിക് മീൻസ് എന്താണ്, നമ്മൾ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫോം ആവും, ആൻഡ് ലോഡ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് കംസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ്. ഓക്കെ, ക്രീപ്പ് റിക്കവറി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ പ്രോസസ്സാണ്. ഓക്കെ, നമ്മൾ ഈ കാണുന്ന പോലെ എന്തുണ്ട്, ജസ്റ്റ് ഒരു സ്ട്രെസ്സും സ്ട്രെയിനും അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ലോ പ്രോസസ്സിങ്ങിൽ ബെൻഡായി കർവ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇനി ലോങ് ടേം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് will be added to the short term deflection to get total. നമ്മളൊരു സ്ട്രക്ചറിൻ്റെ ടോട്ടൽ ഡിഫ്ലക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അതെന്താണ് നമ്മൾ കണ്ടുപിടിക്കുക, ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ബെൻഡിങ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഷേപ്പ് ചേഞ്ച് ചെയ്ത് തുടങ്ങുന്ന ആ പ്രോസസ്സിനാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഡിസൈനിങ്ങിലേക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ നിങ്ങളെ ഈ പേരൊക്കെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഡിഫ്ലക്ഷനൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്, രണ്ട് പേരെ ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ ഡിഫ്ലക്ഷൻ എടുക്കുന്നത്. അക്കോർഡിംഗ്ലി ലോങ് ടേം മോഡുലസ്, അതായത് ECE അല്ലെങ്കിൽ എഫക്റ്റീവ് മോഡുലസ് ഓഫ് ദ കോൺക്രീറ്റ് വിൽ ബി ആഡഡ് ടു ഇൻക്ലൂഡ് ദ എഫക്ട് ഓഫ് ക്രീപ്പ് ഡ്യൂ ടു പെർമനന്റ് ലോഡ്. പെർമനന്റ് ലോഡ് വെച്ചാൽ എന്താണ്, പെർമനന്റ് ആയിട്ട് ലോഡ് അവിടെ ഉണ്ടായിരിക്കും. അതായത് ഇപ്പം ഞാനൊരു സ്ലാബിൻ്റെ മുകളിൽ ഒരു കസേര ഇട്ട് വെച്ചിരുന്നാൽ പോലും ആ കസേര അവിടെ പെർമനന്റ് ആയിട്ട് ഇരിക്കുന്ന ആളാണെങ്കിൽ അതാണ് പെർമനന്റ് ലോഡ്. ലൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ഞാൻ ഇതിൽ കൂടെ നടന്നു പോകുമ്പോഴത്തേക്കും എന്താണ്, ഞാൻ നടക്കുമ്പോൾ മാത്രമാണ് എൻ്റെ വെയിറ്റ് ആ സ്ലാബിൽ എഫക്റ്റ് ചെയ്യുക. മനസ്സിലായി, അപ്പോൾ അത് ലൈവ് ലോഡാണ്, വന്നും പോയിരിക്കുന്ന ലോഡ്സാണ്. ഓക്കെ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ECE ആൻഡ് EC ഓക്കെ ഒബ്റ്റൈൻഡ് ആസ് ഫോളോസ്. EC ഈസ് ഈക്വൽ ടു എന്താണ്, FC ഡിവൈഡ് ബൈ EC, വേർ EC എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോർട്ട് ടേം സ്ട്രെയിൻ അറ്റ് ദ ഏജ് ഓഫ് ലോഡിങ് ആൻഡ് ഓഫ് FC, ആൻഡ് സിഗ്മ എന്ന് പറഞ്ഞാൽ ക്രീപ്പ് കോഎഫിഷ്യൻ്റ് ആണ്. സിഗ്മ CR ഡിവൈഡ് ബൈ സിഗ്മ C. സിഗ്മ C എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ആണ്. ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആയാൽ മാത്രം മതി. ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കിത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം, ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു എങ്ങനെയാണ് എന്തുകൊണ്ടാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് അതിന് മുന്നേ ജസ്റ്റ് ഒരു തിയററ്റിക്കൽ നോളജ് ഗെയിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ഇനി ഓരോ 7th ഡേറ്റ് ആൻഡ് 20th ആൻഡ് 365th ഡേറ്റ്സ് ഓഫ് ദ ലോഡിങ് എടുത്തു കഴിഞ്ഞാൽ 2.2 1.6 1.1 അങ്ങനെയാണ് ലോഡിങ് കിട്ടുക. ടോട്ടൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ കിട്ടിയ വാല്യൂസ് ഫുൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ FC ഡിവൈഡ് ബൈ ECE ചെയ്യുക. ECE എന്താണ്? എഫക്റ്റീവ് മോഡുലസ് ആണ്. അപ്പം ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടും? ക്രീപ്പ് കോഎഫിഷ്യന്റ് കിട്ടും. ഈ സംഭവം നമുക്ക് എവിടെ ഉണ്ട്? കണ്ടോ? ക്രീപ്പ് ഓഫ് ദ കോൺക്രീറ്റ്, ഞാൻ ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ എവിടെയുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ 7 days ലോഡിങ്ങിൻ്റെ കേസ് പറഞ്ഞ് ക്രീപ്പ് കോഎഫിഷ്യന്റ് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോഡിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഇത്രയും കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ക്രീപ്പിൻ്റെ കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ. ഓക്കെ, ഇനി അടുത്ത വരുന്നത് തെർമൽ എക്സ്പാൻഷൻ. തെർമൽ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഹീറ്റിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് അല്ലേ, ഹീറ്റ് കൂടുകയാണോ കുറയാണോ. ഇപ്പോൾ നമ്മൾ വെയിലടിക്കുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ആയിരിക്കും കോൺക്രീറ്റ്, മഴ പെയ്യുമ്പം അല്ലേ അങ്ങനെ ചേഞ്ച് ഉണ്ടാവും, എക്സ്പാൻഷനും കംപ്രഷനും ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ അതിനാണ് നമ്മൾ തെർമൽ എക്സ്പാൻഷൻ ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ദ നോളജ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് കോൺക്രീറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് റിമെയിൻസ് ഇൻ സർവീസ് അറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അതായത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ എന്താണ്? ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്. തണുപ്പെന്ന് പറഞ്ഞാൽ മഞ്ഞുകാലം വരത്തില്ല, പക്ഷെ മഴ വരും അല്ലേ, ഹെവി റെയിൻ വരുന്ന സമയമാണിത്. അപ്പം നമ്മൾ ഇവിടുത്തെ കോൺക്രീറ്റ് കണ്ടീഷൻസ് എന്തായിരിക്കും? വേറെ ആയിരിക്കും. ഇനി നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി, ഓക്കെ, നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഹീറ്റ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ എന്തായിരിക്കും കൂടുതൽ? വരൾച്ച പോലുള്ള കാര്യങ്ങൾ അല്ലേ, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ടാവില്ല? ഹ്യൂമിഡിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ ക്ലൈമറ്റ് മാറുന്ന അനുസരിച്ച് കോൺക്രീറ്റിൻ്റെ പെർഫോമൻസ് മാറിക്കൊണ്ടിരിക്കും. Moreover, concrete will be having its effect of high temperature during fire. The coefficient of thermal expansion depends on the nature of the cement, aggregate, cement content, relative humidity and size of the section. ഇതിനൊക്കെ ഡിപ്പെൻഡ് ആയിട്ടാണ് എന്തുണ്ടാവുന്നത്? തെർമൽ എക്സ്പാൻഷൻ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് തെർമൽ എക്സ്പാൻഷൻ്റെ കോഡിലേക്ക് നോക്കാം. 6.2.6 തെർമൽ എക്സ്പാൻഷൻ്റെ കാര്യങ്ങളും ഓരോ ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് എത്രയൊക്കെയാണ് എക്സ്പാൻഷൻ വരുന്നതെന്നൊക്കെ എന്തുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത വരുന്നത് വർക്കബിലിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. വർക്കബിലിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രോപ്പർട്ടീസാണ്. നമ്മൾ ലാബ് ചെയ്യുമ്പോൾ വർക്കബിലിറ്റി ടെസ്റ്റ് ഒക്കെ ചെയ്യും. ഓക്കെ, വർക്കബിലിറ്റി ഓഫ് എ കോൺക്രീറ്റ് മിക്സ് ഗീവ്സ് എ മെഷർ ഓഫ് ദ ഈസ് ഇൻ വിച്ച് ഫ്രഷ് കോൺക്രീറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ആൻഡ് കോമ്പാക്റ്റഡ്. അതായത് ഇതിപ്പോൾ നമുക്കൊരു സ്ലം ടെസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഒരു കോൺക്രീറ്റ് മിക്സിൻ്റെ വർക്കബിലിറ്റി നമ്മൾ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ദ മെഷർ ഓഫ് ദ ഈസ് വിത്ത് വിച്ച് ഫ്രഷ് കോൺക്രീറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ആൻഡ് കോമ്പാക്ട്. ഒരു കോൺക്രീറ്റ് നമ്മൾ പ്ലേസ് ചെയ്ത് കോമ്പാക്ട് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ആ ഒരു കപ്പാസിറ്റി നോക്കിയിട്ടാണ് നമ്മൾ വർക്കബിലിറ്റി മെഷർ ചെയ്യുന്നത്. ദ കോൺക്രീറ്റ് ഷുഡ് ഫ്ലോ റെഡിലി ഇൻ ടു ദ ഫോം ആൻഡ് ഗോ അറൗണ്ട് ആൻഡ് കവർ ദ റീഎൻഫോഴ്സ്മെൻറ്റ്. മിക്സ് ഷുഡ് റീറ്റെയിൻ ഇൻ കൺസിസ്റ്റൻസി ആൻഡ് അഗ്രിഗേറ്റ് ഷുഡ് നോട്ട് സെഗ്രിഗേറ്റ്. അതായത് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു കുട്ടി ബീം, ചെറിയൊരു ബീം കൺസ്ട്രക്ട് ചെയ്യണമെന്ന് വെച്ചോ. ഓക്കെ, ഒരു 100 mm ആയിട്ടുള്ള നമ്മൾ ചെറിയൊരു ബീം കാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ആദ്യം നമ്മൾ സ്റ്റീൽ കെട്ടും അല്ലേ. സ്റ്റീൽ അതിൻ്റെ ഒരു പോർഷനിൽ കെട്ടിക്കഴിഞ്ഞാൽ അതിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യും? ഒരു എന്താ പറയുക, ഒരു വുഡനിലായിരിക്കും നമ്മൾ അതിനൊരു കാസ്റ്റിംഗ് ബോക്സ് കെട്ടുക. ഇപ്പോൾ മറ്റേ റിയൽ കേസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യും? ഫോം വർക്ക് പോലുള്ള കാര്യങ്ങളായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. സ്കഫോൾഡിങ് അതിൻ്റെ ബോക്സസ്, അതായത് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഷീറ്റ്സ് നമ്മൾ അടിച്ച് വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് കോൺക്രീറ്റ് പോർ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഇപ്പോൾ ഒരു കോൺക്രീറ്റ് ബോക്സ്, ഒരു വുഡൻ ബോക്സിനകത്ത് ഞാനിവിടെ ഒരു സ്റ്റീൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് ഞാൻ കോൺക്രീറ്റ് പോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, ഒരു കവറുണ്ട്. അതായത് ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു വുഡൻ ബോക്സ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ സ്റ്റീൽ റീഎൻഫോഴ്സ്മെൻറ്റ് ഇത് സ്റ്റിറപ്സ് ആണ് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കോൺക്രീറ്റ് പോർ ചെയ്യുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ
ഇത് നമ്മൾ കവർ എന്ന് പറയും. അതായത് നമ്മൾ അതിനകത്ത് കോൺക്രീറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, ഈ സ്റ്റീൽ പുറത്ത് കാണാൻ പാടില്ല അല്ലേ. സ്റ്റീൽ പുറത്തേക്ക് വന്നാൽ എന്താ സംഭവിക്കുക, നമ്മളിപ്പോൾ വീടൊക്കെ പണി നടക്കുമ്പോഴത്തേക്കും ബീമും കോളമൊക്കെ ചെയ്യുമ്പോൾ സ്റ്റീൽ പുറത്ത് തള്ളി നിൽക്കുന്നത്, അതായത് കോൺക്രീറ്റ് പ്രോപ്പറായിട്ട് കവർ ചെയ്തില്ലെങ്കിൽ കാണാൻ വൃത്തികേടാണ്. പക്ഷേ ഈ സ്റ്റീലിൽ വെള്ളത്തിൻ്റെ അംശം വന്നാൽ എന്ത് പറ്റും, കൊറോഷൻ സംഭവിക്കും അല്ലേ, വേഗം തന്നെ അതിൻ്റെ ബ്രേക്കിംഗ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ പ്രോപ്പറായിട്ട് കവർ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, കാസ്റ്റ് ചെയ്യുക. പിന്നെ അടുത്ത കേസ് പറയുന്നത് വെച്ചാൽ അഗ്രിഗേറ്റ്സ് ഷുഡ് നോട്ട് സെഗ്രിഗേറ്റ്. അതായത് വെള്ളത്തിൻ്റെ കുറവുള്ള നമ്മൾ ചിലയിടത്തൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, എന്താണ്, കല്ല് നമുക്ക് പുറമേ കാണാം. അതായത് കോൺക്രീറ്റ് നല്ലൊരു പ്രോപ്പർ കോൺക്രീറ്റ് ആണ്, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ക്ലീൻ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. ഈ വെള്ളം കൂടുക കുറയുക അങ്ങനത്തെ പ്രശ്നമൊക്കെ വരുമ്പോഴത്തേക്കും ഈ കല്ല് മാത്രം ഇങ്ങനെ തള്ളി ഒരു എന്താ പറയുക, ഒരു കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയില്ലാത്ത പോലെ ഇരിക്കുന്നത് കാണാം അല്ലേ. അതിനാണ് നമ്മൾ എന്താ പറയുക, അഗ്രിഗേറ്റ്സ് സെഗ്രിഗേറ്റ് ആകുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, വെള്ളം കൂടുന്ന കേസസിലാണ് എങ്ങനെ ഉണ്ടാവുക. ദ മിക്സ് വിത്ത് ഹൈ വർക്കബിലിറ്റി വിച്ച് ഇസ് നീഡഡ് വെർ സെക്ഷൻസ് ആർ തിൻ ആൻഡ് റീഎൻഫോഴ്സ്മെന്റ് ഈസ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് കൺജസ്റ്റഡ്. അതായത് നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ എന്താണ്, ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ നമ്മൾ മേക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് പ്രോപ്പറായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ റീഎൻഫോഴ്സ്മെൻറ്റ് കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയും വേണം, പ്രോപ്പർ ഷേപ്പിൽ. അതായത് നമ്മൾ പുറമേ നോക്കുമ്പോഴത്തേക്കും ഈ അഗ്രിഗേറ്റോ അങ്ങനെ പിന്നെ വേറെ ഹണി കോമ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ വാട്ടർ സിമെൻറ്റ് റേഷ്യോയുടെ പ്രശ്നം കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ ബബിൾസോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, നല്ലൊരു സ്ട്രക്ചറായിട്ട് വേണം വരാൻ. അപ്പം അത് മെഷർ ചെയ്യുന്ന സാധനമാണ് ഈ വർക്കബിലിറ്റി എന്ന് പറയുന്നത്. സോറി, the main factor affecting workability is the water's content of the mix. Okay, water cement ratioയ്ക്ക് മാറ്റം വരുമ്പോഴാണ് വർക്കബിലിറ്റി അഫക്റ്റ് ചെയ്യുക. വർക്കബിലിറ്റി അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടം സംഭവിച്ചേക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അഡ്മിക്ചേഴ്സ് വിൽ ഇൻക്രീസ് വർക്കബിലിറ്റി ദാറ്റ് മേ റെഡ്യൂസ് സ്ട്രെങ്ത്. നമ്മൾ ഇതിൻ്റെ കൂടെ എന്താ പറയുക, അഡ്മിക്ചേഴ്സ് ആഡ് ചെയ്യാം. അതായത് ഈ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കാറ്റലിസ്റ്റ് പോലുള്ള കെമിക്കൽസ് ആഡ് ചെയ്യാം. പക്ഷെ മേ ബി അത് എന്ത് ചെയ്യാം, സ്ട്രെങ്ത്തിനെ അഫക്റ്റ് ചെയ്തേക്കാം. ദ സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ് ആൻഡ് ഇറ്റ്സ് ഗ്രേഡിംഗ് ഷേപ്പ്, റേഷ്യോ ഓഫ് ദ കോസ്റ്റ് ടു ഫൈൻ ആൻഡ് അഗ്രിഗേറ്റ് ടു സിമെൻറ്റ് റേഷ്യോ, ഇതെല്ലാം വർക്കബിലിറ്റി അഫക്റ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ അഗ്രിഗേറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കോൺക്രീറ്റിനായിട്ട് എടുക്കുന്ന അഗ്രിഗേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതിനൊരു സൈസ് ഉണ്ടായിരിക്കും, 40 mm 20 mm അങ്ങനെ ഓരോ സ്ട്രക്ചറിനും ഓരോ ടൈപ്പാണ് എടുക്കുന്നത്. ഒരേ സെയിം CV എന്ന് പറഞ്ഞാൽ സെയിം സീവ് സൈസിലുള്ള അഗ്രിഗേറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ആ സൈസിൽ ചേഞ്ച് വന്നാൽ എന്ത് സംഭവിക്കും, നമ്മളെ വർക്കബിലിറ്റി അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ വർക്കബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയുണ്ട്, പേജ് നമ്പർ 70 നോക്കിയാൽ വർക്കബിലിറ്റീൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളും ഉണ്ട്. ഓരോന്നിലും എത്ര വർക്കബിലിറ്റിയാണ് വേണ്ടത്, സ്ലമ്മിൻ്റെ ടെസ്റ്റിൻ്റെ 25 to 75 mm അതൊക്കെ എന്താ നമുക്ക് പഠിക്കാം. തൽക്കാലം ജസ്റ്റ് ഞാൻ ഒന്ന് ഓടിച്ചു പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി വരുന്നത് സ്ലം ടെസ്റ്റ്. ഈ വർക്കബിലിറ്റിയിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്ലം ടെസ്റ്റ്. നമ്മൾ ലാബിൽ നമുക്ക് ചെയ്യാനുണ്ടാവും. ദ ഫ്രഷ് കോൺക്രീറ്റ് ഈസ് സ്റ്റാമ്പ്ഡ് ഇൻ ടു എ സ്റ്റാൻഡേർഡ്, ഒരു കോണ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും ഇങ്ങനെ. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ മിക്സ് പോർ ചെയ്യും, വിച്ച് ഈസ് ലിഫ്റ്റഡ് ഓഫ് ആഫ്റ്റർ ഫില്ലിങ്. അതായത് ഒരു കോണ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും, ഇതിൻ്റെ സൈഡിൽ രണ്ട് ഹാൻഡിലുണ്ടാവും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, കോൺക്രീറ്റ് പോർ ചെയ്യും. കോൺക്രീറ്റ് പോർ ചെയ്തിട്ട് നമ്മൾ വലിച്ചിങ്ങനെ പൊക്കും. ഓക്കെ, പൊക്കുമ്പോൾ നമ്മുടെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ വളരെ കൂടുതലാണെങ്കിൽ അത് വേഗം തന്നെ എന്ത് ചെയ്യും, ഒരു ഹീപ്പ് ആവാണ്ട് ഇങ്ങനെ താഴ്ന്ന് വീഴും. നല്ല കൺസിസ്റ്റൻസി ഉള്ളതാണെന്നെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. തീരെ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അനങ്ങാത്ത പോലെ നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ അത് പൊക്കി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെ തന്നെ നിന്നേക്കാം. കോൺക്രീറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഇളകി വീണ് പോയേക്കാം, ഒരു സൈഡ് ഇങ്ങനെ പോയേക്കാം. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ, അത് എടുക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി പോലെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, 25 to 50 mm എന്ന് പറയുന്ന ലോ വർക്കബിലിറ്റി ഉള്ളതാണ്. 50 to 100 ആണെങ്കിൽ മീഡിയം വർക്കബിലിറ്റി ഉള്ളതാണ്. അതുപോലെ അതിൻ്റെ ഹൈറ്റ് 100 to 175 ആണെങ്കിൽ ഹൈ വർക്കബിലിറ്റി ഉള്ളതാണ്. നോർമൽ റിയൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ഫ്രഷ് കോൺക്രീറ്റിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മീഡിയം വർക്കബിലിറ്റി ഉണ്ടായാൽ മതി. ദാറ്റ് ഈസ് 50 to 100 വർക്കബിലിറ്റിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് സ്ലം ടെസ്റ്റ് യൂഷ്വലി നമ്മൾ ഇവിടെ കണ്ടോ വാല്യൂസ് കൊടുത്തേക്കുന്ന
കണ്ടോ 25 to 75, 50 to 100 അങ്ങനെ ഓരോ വാല്യൂസ് ഇൻ ബിറ്റ്വീൻ ഈ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം കിട്ടണം. ഇനി അടുത്ത കോമ്പാക്റ്റിംഗ് ഫാക്ടർ ടെസ്റ്റ്. ദ ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ അച്ചീവ്ഡ് ബൈ ദ സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് വർക്ക് ഈസ് മെഷേർഡ് ആൻഡ് ദ അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് 2 കോണിക്കൽ ഹോപ്പേഴ്സ് പ്ലേസ്ഡ് ഓവർ വൺ ഓവർ ദ അനദർ ഓവർ എ സിലിണ്ടർ. ഒരു സിലിണ്ടറിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സിലിണ്ടറിൻ്റെ മുകളിൽ നമ്മൾ ഹോപ്പേഴ്സ്, ഇത് ഇളക്കി മാറ്റാൻ പറ്റുന്ന 2 പീസസ് ആണ്. ഓക്കെ, ദ അപ്പർ ഹോപ്പർ ഈസ് ഫിൽഡ് വിത്ത് ഫ്രഷ് കോൺക്രീറ്റ് വെൻ ദെൻ ഡ്രോപ്ഡ് ഇൻ ടു ദ സെക്കൻഡ് ഹോപ്പർ ആൻഡ് ദ സിലിണ്ടർ വിൽ സ്റ്റക്ക് ഓഫ്. അതായത് നമ്മൾ എന്നിട്ട് ഇത് ഫുൾ ഫില്ലാക്കിയിട്ട് ഈ ഹോപ്പേഴ്സ് മാറ്റിയിട്ട് ഈ സിലിണ്ടറിൻ്റെ അവിടെ വരുന്ന എക്സസ് ആയിട്ട് വരുന്ന കോൺക്രീറ്റ് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റക്ക് ഓഫ് അതിനെ മാറ്റും. നമ്മൾ കയ്യിൽ ട്രവൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ മാറ്റിയെടുക്കും. The compacting factor is the ratio of the weight of the concrete in the cylinder to the weight of equal amount of fully compacted concrete. അതായത് ആ ഒരു വെയിറ്റ് ഓഫ് ദ സിലിണ്ടറിലുള്ള കോൺക്രീറ്റിൻ്റെ വെയിറ്റും ഫുള്ളി കോമ്പാക്റ്റ് ആയിട്ടുള്ള കോൺക്രീറ്റിൻ്റെ വെയിറ്റിൻ്റെ റേഷ്യോ എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ വാല്യൂ എടുക്കുന്നത്. മീഡിയം വർക്കബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ 0.9 ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ, ഇപ്പോൾ ഈ ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി ലാബിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഉള്ള ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ. ഇനി അടുത്തത് ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. ഡ്യൂറബിലിറ്റി എന്താണ്? ഡ്യൂറബിൾ കോൺക്രീറ്റ് പെർഫോംസ് സാറ്റിസ്ഫാക്ടറിലി ഇൻ ദ വർക്കിംഗ് എൻവയോൺമെൻറ്റൽ ഡ്യൂറിങ് ഇറ്റ്സ് ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പോഷർ കണ്ടീഷൻസ് ഡ്യൂറിങ് സർവീസസ്. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോൺക്രീറ്റിനെ എങ്ങനെയാണോ നോക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഹീറ്റുള്ള അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ട്, കോസ്റ്റൽ ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കോൺക്രീറ്റിന് നാശം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അല്ല നമ്മുടെ വീടാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ വർഷത്തിലൊരിക്കൽ വീട് മെയിൻറ്റെയിൻസ് ചെയ്യണം, പെയിൻ്റ് അടിക്കണം, പ്ലാസ്റ്റർ ചെയ്യണം, വിള്ളൽ വന്നാൽ അത് നോക്കണം, വാട്ടർ പ്രൂഫിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? കോൺക്രീറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താവും, സ്പാളിങ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് പൊളിഞ്ഞു വീഴും. റിയൻഫോഴ്സുമായിട്ട് ബൈൻഡായിട്ടാണ് കോൺക്രീറ്റ് നിൽക്കുന്നത്. അതായത് ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ റിയൻഫോഴ്സിൽ നിന്നും കോൺക്രീറ്റ് സെപ്പറേറ്റ് ആയിട്ട് പൊളിഞ്ഞു വീഴും. ഓക്കെ, the durable concrete should have low permeability with adequate cement content, sufficient low free water cement ratio, ensured complete compaction and controlled by adequate curing. അതായത് പ്രോപ്പർ ക്യൂറിങ് ആൻഡ് കോമ്പാക്ഷൻ. കോമ്പാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മളിപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിൽ 3 ലെയർ ആയിട്ടായിരിക്കും കോൺക്രീറ്റ് ഫില്ല് ചെയ്യുക കോമ്പാക്ഷൻ ടെസ്റ്റിന് എടുക്കാൻ. അത് ഫസ്റ്റ് ലെയർ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടാമ്പിംഗ് റോഡ് ഉണ്ട്. ആ ടാമ്പിംഗ് റോഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് ടാമ്പിംഗ് ചെയ്തിട്ട് കോമ്പാക്റ്റ് ചെയ്യും. ഇതേ സംഭവമാണ് നമ്മളിപ്പോൾ നിങ്ങൾ ഈ സ്ലാബൊക്കെ വാർക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ സ്ലാബും ബീമൊക്കെ വാർക്കുമ്പോഴത്തേക്കും എന്താ ചെയ്യാം, മോസ്റ്റ്ലി വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. കോൺക്രീറ്റ് പോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിക്ക് ടാമ്പ് ചെയ്യും. വലിയൊരു സ്ട്രക്ചർ ആകുമ്പോൾ ടാമ്പിംഗ് ഒന്നും പോസിബിൾ അല്ല, അതിന് പ്രോപ്പറായിട്ടുള്ള മെഷീൻസ് ഉണ്ടാകും. വൈബ്രേറ്ററൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, അതായത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സ്പേസ് അല്ലെങ്കിൽ ബബിൾസ് നമ്മൾ ഒഴിവാക്കിയിട്ട് ആ ഒരു ഹോളോ സ്പേസ് ഫില്ല് ചെയ്യുക. അതിനാണ് നമ്മൾ ടാമ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പർ ടാമ്പിംഗ് ആൻഡ് ക്യൂറിങ്. ക്യൂറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം ഒഴിക്കുന്ന കാര്യം അല്ലേ. ഇത്ര ദിവസം ഇന്ന സ്ട്രക്ചറിന് ഇത്രയും ദിവസം നമ്മൾ വെള്ളം നനച്ചുകൊണ്ടേ ഇരിക്കണം. അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്താൽ കോൺക്രീറ്റ് എന്ത് ചെയ്യും, ലാസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡ്യൂറബിലിറ്റിൻ്റെ കേസ് നമ്മൾ പേജ് നമ്പർ 17 എന്താ പറയുന്നുണ്ട്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ എക്സാമിന് ചോദിച്ചാൽ എഴുതാം. റിക്വയർമെൻറ്റ്സ് ഫോർ ഡ്യൂറബിലിറ്റി വരുന്നുണ്ട്, എക്സ്പോഷർ കണ്ടീഷൻസ്, അബ്രേസീവ്, ഫ്രീസിങ് ആൻഡ് തോയിങ്, ചൂടും തണുപ്പും മാറി മാറി വരുമ്പോൾ ഉണ്ടാകുന്ന കോൺക്രീറ്റിൻ്റെ ചേഞ്ചസ്, സൾഫർ അറ്റാക്ക്, എക്സ്പോഷർ ടു സൾഫർ. അതായത് നമ്മൾ ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ അടുത്തുള്ള കോൺക്രീറ്റ് ആണെങ്കിൽ അവിടെ അടങ്ങുന്ന കെമിക്കൽസിൽ കോൺക്രീറ്റ് ദ്രവിച്ചു പോകാൻ ചാൻസ് ഉണ്ടാവും അല്ലേ. ഓക്കെ, കോൺക്രീറ്റ് കവറിൻ്റെ റിക്വയർമെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റീൽ പുറത്ത് കാണാൻ പാടില്ല. അപ്പം സ്റ്റീൽ കറക്റ്റ് കവറായിട്ട് പ്രോപ്പറായിട്ട് നമ്മളെ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്താ ഡ്യൂറബിളായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. ഓക്കെ, പിന്നെ വരുന്ന ഡിസൈൻ മിക്സ് ആൻഡ് നോമിനൽ മിക്സ് കോൺക്രീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. ഓക്കെ, ഇൻ ഡിസൈൻ മിക്സ് ദ പ്രൊപ്പോർഷൻസ് ഓഫ് സിമെൻറ്റ് അഗ്രിഗേറ്റ്, അതായത് സാൻഡും ഗ്രേവലും വാട്ടർ മിനറൽ അഡ്മിക്ചേഴ്സ് ഇഫ് എനി ആർ ആക്ച്വലി ഡിസൈൻഡ് വൈൽ ഇൻ നോമിനൽ മിക്സ് ദ പ്രൊപ്പോർഷൻസ് ആർ നോമിനലി അഡോപ്റ്റഡ്. ഡിസൈൻ മിക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, നമ്മൾ M20 M30 നമ്മൾ നേരത്തെ ഒരു ടേബിൾ കണ്ടില്ലേ, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും. ഇപ്പോൾ സ്ലാബിനൊക്കെ M30 മതിയാവും. ഓക്കെ, പിന്നെ അതുപോലെ റോഡ് സൈഡിലുള്ള ഫുഡ് പെഡസ്റ്റലിനൊക്കെ ആണെങ്കിൽ M20 മതി. ഓക്കെ, അങ്ങനെ ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് ഗ്രേഡ് മതിയാവും. നമ്മൾ അതിൻ്റെ യൂസിങ് അല്ലെങ്കിൽ ലോഡിൻ്റെ കപ്പാസിറ്റി എത്രത്തോളം ലോഡ് താങ്ങണമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേഡ് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വരുന്നത് എവിടെയാണ്,
ക്ലോസ് 9 എന്ന് പറയുമ്പോൾ പേജ് നമ്പർ 22 ഐ തിങ്ക്. അതെ, 22-ൽ കോൺക്രീറ്റ് മിക്സ് പ്രപ്പോർഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ പ്രോപ്പർ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്, ഡിസൈൻ മിക്സ് എന്തൊക്കെയാണ്, ഓക്കെ, അതെല്ലാം പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇനി വരുന്ന ബാച്ചിങ്. മാസ് ആൻഡ് വോളിയം ആർ 2 type of batching for measuring cement, sand, concrete, coarse aggregate, admixtures and water. കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഗ്രാവൽ വരും, ഗ്രേഡ് സ്റ്റോൺ വരും, അതിൻ്റെ ഗ്രേഡ് സ്റ്റോൺ ചിപ്സ് വരും, ആൻഡ് ഓൾസോ മാൻമെയ്ഡ് അഗ്രിഗേറ്റ് വരും. ക്വാണ്ടിറ്റി ഓഫ് ദ സിമെന്റ്, സാൻഡ്, കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് സോളിഡ് മിക്സ്ചർ ഷാൽ ബി മെഷേർഡ് ബൈ മാസ് വെച്ചാണ് നമ്മൾ ഇതൊക്കെ മെഷർ ചെയ്യുന്നത്. എത്ര കിലോഗ്രാം ആണ് അങ്ങനെ നമ്മൾ മെഷർ ചെയ്യുക, ആ കിലോഗ്രാം തമ്മിലാണ് നമ്മൾ മെഷർ ചെയ്യുക. ലിക്വിഡ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് മെഷേർഡ് ഐദർ ബൈ വോളിയം അല്ലെങ്കിൽ മാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലോസ് 10-ൽ നമുക്ക് എന്തുണ്ട്, ഇതാ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതായത് ഇപ്പം M20 കോൺക്രീറ്റ് ആണ് ഞാൻ എടുക്കുന്നെങ്കിൽ 250 കിലോഗ്രാം ഓഫ് എന്ത് വേണം, കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ് ഒക്കെ യൂസ് ചെയ്യുക. അതിൻ്റെ എന്ന് പറഞ്ഞത്. ഓക്കെ, ഞാൻ അതുപോലെ ബൈ മാസ് പ്രപ്പോർഷൻ ഓഫ് ഫൈൻ, ഇത് പ്രപ്പോർഷൻ കാണിച്ചേക്കുന്നതാണ്. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എത്രയാണ്, 30 ലിറ്റർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് റിയൻഫോഴ്സിങ് സ്റ്റീൽ. നമുക്ക് സ്റ്റീൽ പല ടൈപ്പ് ഓഫ് ബാർസ് അവൈലബിൾ ആണല്ലേ. മൈൽഡ് സ്റ്റീൽ ബാർസ്, ഹോട്ട് റോൾ, അതിൽ തന്നെ വരുന്ന ഹോട്ട് റോൾഡ് മൈൽഡ് സ്റ്റീൽ, മീഡിയം ഉണ്ട്, കോൾഡ് ഉണ്ട്. ജസ്റ്റ് ഈ നെയിംസ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഓക്കെ, പ്രോപ്പർട്ടീസ്, ബാച്ചിങ്ങിൻ്റെ കേസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 24-ൽ ബാച്ചിങ് ഉണ്ട്, വോളിയം ബാച്ചിങ് ഉണ്ട്. ദെൻ എന്തിനാണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ നമ്മൾ ചെയ്യുന്നത്, ആ കാര്യങ്ങൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് വാല്യൂ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം. മിക്സിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, കോൺക്രീറ്റ് മിക്സിങ് പ്രോപ്പർ ആയിരിക്കണം. അതൊക്കെ നമ്മൾ കോൺക്രീറ്റ് ഡ്യൂറബിലിറ്റീനെ ബാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അതിൻ്റെ 2 സ്റ്റീലിൻ്റെ, നമ്മൾ നേരത്തെ ക്രീപ്പിൻ്റെ കോൺക്രീറ്റിൻ്റെ ഗ്രാഫ് കണ്ടല്ലോ, അതുപോലെ സ്റ്റീലിൻ്റെ ഗ്രാഫ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടേക്കുന്നത്. ജസ്റ്റ് ഒരു ഫോർ ആൻ ഇൻഫോർമേഷൻ, നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഒരു എന്താ പറയുക ഷേപ്പ് നോക്കി മനസ്സിലാക്കി വച്ചിരുന്നാൽ മതി. ഇൻ ഡെപ്ത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. Figures above show the representative stress strain curves of steel having definite yield point and not having definite yield point respectively. നമ്മൾ സ്റ്റീലിൻ്റെ കേസ് വരുമ്പം അതിൻ്റെ നമ്മൾ M20 ഒക്കെ എടുത്തില്ലേ, അതുപോലെ നമ്മൾ എടുക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഈൽഡ് സ്ട്രെങ്ത് ആണ്. അതായത് FE 450, FE 500, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റീലിനെ ഗ്രേഡ് ചെയ്യുന്നത്. സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി അല്ല, അതിൻ്റെ ഗ്രേഡ് നമ്മൾ മെഷർ ചെയ്യുന്നത് അങ്ങനെയാണ്. മിനിമം yield സ്ട്രെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 0.2% ഓഫ് പ്രൂഫ് സ്ട്രെസ് ഓഫ് സ്റ്റീൽ ഹാവിങ് 2 ഡെഫിനറ്റ് yield പോയിന്റ്. മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 22 lakh Newton per mm square, and for mild steel the stress is proportional to the strain up to the yield point and post yield increases faster than. അതായത് ആദ്യം നമുക്ക് എന്തോ സ്ട്രെസ്സും സ്ട്രെയിനും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പോകുന്നത്, പിന്നെ വേഗം ഒരു ചേഞ്ച് ആണ് നമ്മൾ കാണപ്പെടുന്നത്. ഓക്കെ, കണ്ടോ FY എന്ന് പറഞ്ഞാൽ 250, ദാറ്റ് ഈസ് FE 250 സ്റ്റീലിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് ആയ FY എന്ന് പറയുന്നത് എന്തായിരിക്കും, 250 Newton per mm square. അത് മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരണം എന്ന് പറഞ്ഞത് കൊണ്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇതിൽ പകുതി മുക്കാൽ കാര്യങ്ങൾ നമ്മൾ എവിടെ ഉണ്ട്, കോഡിലുണ്ട്. കോഡ് നോക്കിയാൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ റിയൻഫോഴ്സ്ഡ് കോൺക്രീറ്റിലേക്ക് വരുന്നത്. എന്താണ് റിയൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലെയിൻ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അത് സ്ട്രോങ് ആണ്, പക്ഷേ കംപ്രഷനിലാണ് സ്ട്രോങ് ഉള്ളത്, ആള് ടെൻഷനിൽ വീക്കാണ്. ഓക്കെ, അതൊരിക്കലും മറക്കരുത്. കോൺക്രീറ്റിന് ടെൻഷൻ അടിക്കാൻ പറ്റില്ല എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ വെൻ ടെൻഷൻ ക്രാക്സ് അപ്പിയർ ബീം ഫെയിൽ അണ്ടർ റിയൻഫോഴ്സിങ് സ്റ്റീൽ. എന്ത് പറ്റും, ടെൻഷനിൽ വീക്കായാൽ നമ്മളെ കോൺക്രീറ്റ് പൊട്ടി വീഴും, ഫ്രാക്ചർ സംഭവിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടെൻഷൻ സോണിൽ റിയൻഫോഴ്സ്ഡ് അല്ലെങ്കിൽ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ടെൻഷനെ റെസിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, എന്തിനാണ് നമ്മൾ കോൺക്രീറ്റും സ്റ്റീലും കമ്പൈൻ ചെയ്യുന്നത്? ബിക്കോസ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ.
കോൺക്രീറ്റിന് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട്, സ്റ്റീലിന് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്. അടിപൊളി കപ്പിൾ. രണ്ടാളും കൂടെ ചേരുമ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി സ്ട്രക്ചർ ആയിട്ട് വരും. ഓക്കെ ആണോ? സ്റ്റീൽസ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 100 to 140 ടൈംസ് ദാറ്റ് ഓഫ് കോൺക്രീറ്റ് ആണ്. നല്ല രീതിയിൽ അവർ ബോണ്ടിങ് ഉണ്ടാവും. ആൻഡ് ഓൾസോ ഒരു സ്ലിപ്പേജും ഇല്ലാണ്ട് ലോഡ്സിനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഡിസഡ്വാൻറ്റേജസ് ആൻഡ് ഹൗ ദേ ആർ ഹാൻഡിൽ. സ്റ്റീൽ കൊറോഡ് ചെയ്യും, അതാണ് ഡിസഡ്വാൻറ്റേജ്. നേരത്തെ പറഞ്ഞില്ലേ, പ്രോപ്പറായിട്ട് നമ്മൾ കവർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ സ്റ്റീൽ പുറത്ത് കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റീൽ പുറത്ത് കാണുന്നുണ്ടെങ്കിൽ സ്റ്റീൽ കൊറോഡ് ചെയ്യും. കൊറോഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ, തുരുമ്പെടുത്ത് അത് പൊടിഞ്ഞ് അവസാനം നശിച്ചോ. വേഗം തന്നെ ഇൻസൈഡിലും എന്ത് ചെയ്യും? ഈ ഒരു കൊറോഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. In case of fire, enclosed reinforcement helps to protect the steel. അതായത് സ്റ്റീൽ ഈ റീഎൻഫോഴ്സ്മെൻറ്റ് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും. തെർമൽ കോമ്പാറ്റബിലിറ്റി, അതായത് ബോത്ത് മെറ്റീരിയൽസ് ഹാവ് സിമിലർ തെർമൽ എക്സ്പാൻഷൻ. സ്റ്റീലിന് 6.5 ആണ്, കോൺക്രീറ്റിന് 5.5 ആണ്. അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ സ്ട്രെസ്, ടെമ്പറേച്ചർ ചേഞ്ചസ് വരുമ്പോൾ, അതായത് ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ വരുന്ന ഇൻറ്റേർണൽ സ്ട്രെസ്സസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കോമ്പാക്ട് ചെയ്ത് പൊക്കും. രണ്ടുപേരും തെർമൽ എക്സ്പാൻഷൻ ഏകദേശം അടുത്തായതുകൊണ്ട്. ഓക്കെ. മറ്റൊരാളുടെ കൂടുതലും ഒരാളുടെ ലോ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? തെർമൽ സംഭവിക്കുമ്പോൾ ഒരാൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മറ്റാൾ എന്ത് ചെയ്യും? കോമ്പാക്ട് ചെയ്യും. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരും. രണ്ടാൾ ഏകദേശം അടുത്തടുത്തായതുകൊണ്ട് അത് മാനേജ് ചെയ്ത് പൊക്കോളും. ഓക്കെ. റീഎൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെ ബിഹേവിയർ എന്താണ്? സ്റ്റീൽ റീഎൻഫോഴ്സ്മെൻറ്റ് ഈസ് ആഡഡ് ടു കോൺക്രീറ്റ് ടു മേക്ക് ഇറ്റ് ഡക്റ്റൈൽ ആൻഡ് ഏബിൾ ടു ക്യാരി ടെൻഷൻ. അതായത് അതെന്ത് ചെയ്യുക? എന്ത് ലോഡ് വന്നാലും ഡക്റ്റൈൽ, അതായത് അത് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്താൽ അതുവഴി ആ ലോഡ് റെസിസ്റ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ ടെൻഷൻ ക്യാരി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടാളും നമ്മൾ ഒരുമിച്ച് സ്ട്രക്ചറാക്കി എടുക്കുന്നത്. സ്യൂട്ടബിൾ ഫോർ ഓൾ സ്ട്രക്ചർ. നമുക്ക് സ്ലാബ് ഉണ്ടാക്കാം, ബീം ഉണ്ടാക്കാം, കോളം ഉണ്ടാക്കാം. ഓക്കെ ആണോ? ഓക്കെ. ഇനി പ്ലേസ്മെൻറ്റ് ഓഫ് സ്റ്റീൽ റീഎൻഫോഴ്സ്മെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടെൻഷൻ സോൺ. നമ്മൾ ഈ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ വെറുതെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നതല്ല. നമ്മൾ എന്ത് ചെയ്യും? എവിടെയാണ് നമ്മൾ നോക്കും, എവിടെയാണ് ടെൻഷൻ വരുന്നത്, എവിടെയാണ് നമുക്ക് സ്റ്റീൽ കൂടുതൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്, അങ്ങനെ കുറേ ഡിസൈൻസ് നോക്കിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എപ്പം മനസ്സിലാക്കാൻ പറ്റും? ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് നമുക്ക് ഇൻ ഡെപ്ത് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സിമ്പിൾ ബീമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ താഴെയാണ് എന്ത് ചെയ്യുന്നത്? ബോട്ടം പ്ലേസിലാണ് മെയിൻ സ്റ്റീൽ പ്ലേസ് ചെയ്യുന്നത്. അവിടെയാണ് എന്ത് വരുന്നത്? ടെൻഷൻ വരുന്നത്. ഇത് കണ്ടോ, ഇവിടെ ലോഡ് വന്നപ്പം ക്രാക്ക് വരുന്ന ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് അവിടെ എന്ത് ചെയ്യുക? ഒരു സ്റ്റീൽ റീഎൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. ഇനി കാൻഡിലിവറിൻ്റെ കേസാണെങ്കിൽ, കാൻഡിലിവർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സൈഡ് ഫിക്സഡ്, മറ്റേ എൻഡ് ഫ്രീ ആണ്. അപ്പം ഈ ഒരു കേസിൽ വരുമ്പോഴത്തേക്കും ഈ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ലോഡ് വരിക അല്ലേ. ലോഡ് വരുമ്പോൾ ക്രാക്ക് വരുന്ന ഏത് പോർഷനായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ടെൻഷൻ വരുന്നത്. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യും? റീഎൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. ഇനി വരുന്ന കണ്ടിന്യൂസ് ബീം. കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വലിയ ഹോള് അല്ലെങ്കിൽ നീളമുള്ള ഒരു പ്ലേസ് സ്ലാബ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പം ഇൻ ബിറ്റ്വീൻ നമ്മൾ കോളം ഒരു എൻഡ് തൊട്ട് മറ്റേ എൻഡ് വരെ കൊടുത്താൽ നിൽക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻ ബിറ്റ്വീൻ നമ്മൾ കോളംസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ബീംസ് കൊടുക്കും. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ ലോഡ് മേലെ നിന്നല്ലേ വരിക, അപ്പം ക്രാക്സ് എവിടെയാണ്? താഴെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ റീഎൻഫോഴ്സ്മെൻറ്റ് താഴെയാണ്. അതായത് അവിടെ ബോട്ടം ഫൈബേഴ്സിൽ പോസിറ്റീവ് മൊമെൻറ്റ്സ് റെസിസ്റ്റ് ചെയ്യാനും ടോപ്പ് ഫൈബേഴ്സിൽ നെഗറ്റീവ് മൊമെൻറ്റ്സ് കൊണ്ട് ഉണ്ടാവുക. അത് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റീഎൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ. ഇനി നമുക്ക് വരുന്നത് ഡിസൈൻ ഫിലോസഫീസ്. ഇത് നമ്മൾ കുറച്ചും കൂടെ ഇൻഡെപ്തിലോട്ട് കയറുകയാണ്. അതായത് നമുക്ക് മൊഡ്യൂളിൽ പഠിക്കാനുള്ള ഇമേജ് സ്റ്റേറ്റിൻ്റെ കാര്യമാണ്. പക്ഷേ ഓവറോൾ പറയുമ്പം നമുക്ക് RC സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യാൻ കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള ആൾക്കാരാണിത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. അതായത് അതൊരു എലാസ്റ്റിക് ഡിസൈൻ മെത്തേഡാണ്. ലാർജർ സേഫ്റ്റി ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആണ്, കാരണം ഇപ്പോൾ അധികം അത് യൂസ് ചെയ്യുന്നില്ല. ഇനിയുള്ളത് അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ്, ULM എന്ന് പറയും. അത് നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. ഒരു സിംഗിൾ ഫാക്ടർ സേഫ്റ്റി, ലാർജ്ലി ഇൻഡസ്ട്രിയൽ. ഇപ്പം നമ്മൾ അതായത് വലിയ വലിയ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി അതിൽ
സക്സസ് ആയിട്ടുള്ളതാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് മോഡേൺ മെത്തേഡ്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് അതാണ്. നമ്മൾ IS 456-2000 ഉള്ളത് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള വാല്യൂസും അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അത് അൾട്ടിമേറ്റ് ലോഡ്, അതായത് എത്ര ലോഡ് വന്നാലും സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഓൾമോസ്റ്റ് നല്ലൊരു സർവീസ് പെർഫോമൻസസും നമുക്ക് പ്രതീക്ഷിക്കാം. There are also probabilistic methods, but LSM is standard. Probabilistic methods ഉണ്ട്, പക്ഷേ കോഡിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വാല്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി IS 456-2000 ആൻഡ് മെറ്റീരിയൽസ്. നമ്മളെ കോഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോഡ് 456-2000 എല്ലാവരും വാങ്ങി വെക്കുക. ഇതുവരെ വാങ്ങിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് വാങ്ങുക. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പഠിക്കാൻ കഴിയുള്ളൂ. ഇനി നിങ്ങൾ പഠിക്കുന്ന സമയവും ഡിസൈൻ ചെയ്ത് പഠിക്കുന്ന സമയം കോഡ് കയ്യിലില്ല, അത് നോക്കിയിട്ടല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ വിചാരിക്കും പേജ് നമ്പർ 22 അത് ഉണ്ടല്ലോ അതിന് എടുത്താൽ പോരെ എന്ന് വിചാരിച്ചിട്ട് എഴുതി പഠിക്കുകയാണെങ്കിൽ നടക്കില്ല. എക്സാമിൻ്റെ സമയത്ത് നമുക്ക് കൺഫ്യൂഷൻസ് വരും. നമ്മളത് കണ്ട് ഫെമിലിയർ ആവണം. ഈ പേജാണ് ഇന്ന ഭാഗത്ത് ഇത്ര, അതായത് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുമ്പം മേ ബി ഓർഡറിലായിരിക്കില്ല, ഓരോ ഡിസൈനിൻ്റെ ഓരോ പർപ്പസ് ഓരോ പേജിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളത് എപ്പോഴും ചെയ്യുമ്പോൾ അത് നോക്കി അല്ല പഠിക്കുന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഒരു പരിചയമില്ലാത്ത പോലെ ആയിപ്പോവും അല്ലേ. നമ്മൾ നോക്കി പഠിച്ചാൽ മാത്രമേ അത് ആ ഒരു പ്രോസസ്സിങ്ങിലൂടെ മാത്രമേ നമുക്കതൊരു കൺസിസ്റ്റൻസി കിട്ടും. ഈ ഡിസൈനിങ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്, പഠിക്കാൻ പാടാണ് എന്നൊക്കെ തോന്നും. കോഡിൽ എവിടെയാണ് സാധനം ഉള്ളത് അത് ജസ്റ്റ് എടുക്കുക, വാല്യൂസ് കൊടുക്കുക, കുറച്ച് ബേസിക് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പാസ്സാവാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഇതെന്ന് പറയുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോഡ് നിങ്ങൾക്ക് വാല്യൂസ് ഒന്നും കാണാണ്ട് പഠിക്കണ്ട, കോഡ് ഉണ്ട്, വലിയൊരു ഹെൽപ്ഫുൾ ആണത്. അതെ, നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കോളും. ഓക്കെ, ഇനി ഇറ്റ് മാൻഡേറ്റ്സ് RC ഡിസൈൻ കോഴ്സ്. നമ്മൾ ഈ ഒരു ഈ ബുക്ക് ബേസ് ആയിട്ടാണ് നമ്മൾ എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. ഇറ്റ് മാൻഡേറ്റ്സ് എ മിനിമം കോൺക്രീറ്റ് ഗ്രേഡ് ഓഫ് M20 സ്റ്റാർട്ടിംഗ് ആൻഡ് ഫോർ വർക്കബിലിറ്റി FE 415 സ്റ്റീലിൻ്റെ FE 500. ഓക്കെ, ദ കോഡ് എൻഡോസ് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ ആസ് ദ റെക്കമെൻഡഡ് അപ്രോച്ച്. ആൻഡ് നമ്മൾ ഈ വാല്യൂസ് EC വാല്യൂസ്, ക്രീപ്പ് വാല്യൂസ്, കാൽക്കുലേഷൻ, ഡിഫ്ലക്ഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ വാല്യൂ ഓഫ് ക്രീപ്പ് കോഎഫിഷ്യന്റ് തീറ്റ ഈസ് റെഡ്യൂസിങ് ദ ഏജ് ഓഫ് ദ കോൺക്രീറ്റ് അറ്റ് ലോഡിംഗ്. ഇറ്റ് മേ ബി ഓൾസോ നോട്ടഡ് ദാറ്റ് അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ഷോർട്ട് ടേം ഓഫ് സ്ട്രെയിൻ. ഷോർട്ട് ടേം സ്ട്രെയിനിൽ അൾട്ടിമേറ്റ് ക്രീപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഈ നമ്മൾ കോൺക്രീറ്റിൻ്റെ ഏജ് റെഡ്യൂസ് ചെയ്യുന്ന ഫാക്ടർ ഈസ് ക്രീപ്പ് കോഎഫിഷ്യന്റ്. ഓക്കെ, ക്രീപ്പ് ഓഫ് ദ കോഎഫിഷ്യന്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പ്രോപ്പർട്ടീസ് ഓഫ് ദ ബേസിക്കലി എന്ത് പറയാം, കോൺക്രീറ്റിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, എത്രത്തോളം സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, വാട്ടർ സിമെൻറ്റ് റേഷ്യോ എത്രയാണ്, ക്യൂറിങ്ങിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, പ്രോപ്പറായിട്ട് നമ്മൾ വെള്ളം നനയ്ക്കുന്നുണ്ടോ, ഹ്യൂമിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഏതൊരു ഡിഫ്ലക്ഷൻ്റെ എന്ത് നമ്മൾ ഒരു പ്രോപ്പർട്ടീസ് എടുത്താലും അതിൻ്റെ മെയിൻ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഏജ് ഓഫ് ദ കോൺക്രീറ്റ് അറ്റ് ഫസ്റ്റ് ലോഡിംഗ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ട്രെസ് ആൻഡ് ഇറ്റ്സ് ഡ്യൂറേഷൻ, സർഫസ് വോളിയം റേഷ്യോ, ഇതൊക്കെയാണ് എന്ത് ക്രീപ്പിലൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പോൾ ഇന്നത്തേക്ക് ഉള്ളത്. ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. ആൻഡ് ഓൾസോ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ നമ്മുടെ കോഡിലുണ്ട്. ജസ്റ്റ് നമ്മളിപ്പോൾ ഇതെല്ലാം നോക്കി പോയിട്ടേ ഉള്ളൂ. പക്ഷേ എന്ത് ചെയ്യുക, കോഡ് നല്ലോണം വായിക്കുക. ഓക്കെ, കോഡ് നല്ലോണം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഐഡിയ കിട്ടും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ കണ്ടിന്യൂഷൻ പഠിക്കാം. ഓക്കെ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഇൻ ഫ്ലെക്ചർ നമുക്ക് നോക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണും വരെ ബൈ, താങ്ക് യു.